മുല്ലപ്പെരിയാർ ഡാമിന് വളവുണ്ടോ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് റസൽ ജോയിയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് ശാസ്ത്രീയമായ എന്തെങ്കിലും അടിത്തറയുണ്ടോ? വളരെയേറെ ജനങ്ങൾ വളരെ ഭീതിയിലാഴ്ത്തുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാദങ്ങളെ ആരെങ്കിലും ഫാക്ട് ചെക്ക് നടത്തിയിട്ടുണ്ടോ? അഡ്വക്കേറ്റ് റസൽ ജോയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് നോക്കേണ്ടതുണ്ടല്ലോ അല്ലെ? ഒരു ഫാക്ട് ചെക്കും ഒരു ശാസ്ത്രീയ അടിത്തറയൊക്കെ ഒരു സയന്റിഫിക് ടെമ്പർ എല്ലാ സമൂഹത്തിനും ആവശ്യമുള്ളതല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ പ്രത്യേകമായ ഒരു വീഡിയോ എടുത്തുകൊണ്ട് റസൽ ജോയിയുടെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നത്. കാരണം ആ വീഡിയോക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായ വിഭാഗീയത ഉണ്ടാക്കുന്നുണ്ട്. അതായത് തമിഴനും മലയാളിയും തമ്മിൽ, ഡാം പൊട്ടുമെന്നും പൊട്ടുന്നില്ലെന്ന് വിശ്വസിക്കുന്നവരും തമ്മിൽ, മാത്രമല്ല വെറുപ്പ് ഉത്പാദിപ്പിക്കുന്നു. ഇപ്പൊ ഈ വീഡിയോയുടെ താഴെ തന്നെ സുനിൽ നോക്കിയാൽ വരാൻ പോകുന്നത് നമ്മുടെ കുഴിയിൽ കിടക്കുന്ന അപ്പച്ചനെ വരെ ചീത്ത പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ വരും. ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി കണ്ടെത്തിയത് ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ചെയ്യേണ്ട 9 ഡാമുകളിൽ ഒന്നാണെന്നാണ്. ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി എന്ന് പറയുന്ന അങ്ങനെ ഒരു അതോറിറ്റി ലോകത്തിൽ നിലവിലില്ല. ഇപ്പോ അങ്ങനത്തെ ഒരു സംഘടനയും നിലവിലില്ല. മറിച്ച് ഇനി അഥവാ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒരു സംഘടന ഉണ്ടെങ്കിൽ, ഒരു പരമാധികാര രാജ്യമായി ഇന്ത്യയിൽ ഒരു ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ഇന്ത്യയോട് പറയാൻ പറ്റുന്ന ഒരു അധികാരമുള്ള ഒരു സംഘടന ലോകത്തില്ല. യുണൈറ്റഡ് നേഷൻസിനും പറ്റില്ല, ആർക്കും പറ്റില്ല. ഇപ്പൊ ഇദ്ദേഹം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സംഘടന നിലനിൽക്കുന്ന സംഘടനയല്ല. അതാണ് ഒന്നാമത്. ഇതിനകത്ത് തുടക്കത്തിൽ തന്നെ അദ്ദേഹം മിസ് ഇൻഫർമേഷൻ ആണ് ഇദ്ദേഹം കൊടുക്കുന്നത്. യുണൈറ്റഡ് നേഷൻസിന്റെ അക്കാഡമിക് വിങ് അവര് ഈ ഡാം എക്സാമിൻ ചെയ്തിട്ടുണ്ട്. അവരും പറഞ്ഞിരിക്കുന്നത് ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ചെയ്യേണ്ട 100 ഡാമുകളിൽ ഒന്നാണെന്നാണ്. തെറ്റാണത്. യുണൈറ്റഡ് നേഷൻസിന്റെ അക്കാഡമിക് വിങ് ഈ ഡാം എക്സാമിൻ ചെയ്തിട്ടില്ല. കാനഡ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റി, UNU എന്ന് പറയും. ഈ UNU അവര് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് നമ്മുടെ CWCയിൽ നിന്നാണ്. സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ അവരുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് അവർക്ക് റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാക്കാം. അത്ര റിപ്പോർട്ടുകൾ ഉണ്ടായെന്നല്ലാതെ ഓൺ സൈറ്റ് വന്ന് യുണൈറ്റഡ് നേഷൻസോ അതുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയുമോ മുല്ലപ്പെരിയാർ ഡാമിന് അവിടെ വന്നിട്ട് നിരീക്ഷണം നടത്തുകയോ പഠനം നടത്തുകയോ പരീക്ഷണം നടത്തുകയോ അതിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഈ യുണൈറ്റഡ് നേഷൻസ് ആണെങ്കിലും നമ്മുടെ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ഇൻഫർമേഷൻ ആണ് കളക്ട് ചെയ്യുന്നത്. ഓൺ സൈറ്റ് വന്നവര് സ്റ്റഡി നടത്തിയത് അങ്ങനത്തെ ഒരു അന്താരാഷ്ട്ര സംഘടന ഇല്ല. അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ഇത്തരം വ്യാജ വാർത്തകൾ പറയുന്നത്, ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തത് ഇദ്ദേഹത്തെ സംബന്ധിച്ചൊരു പുതുമയല്ല. കഴിഞ്ഞ വർഷം ഇതേപോലെ മഴക്കാലത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ മുല്ലപ്പെരിയാർ വിഷയം ICJ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ കൊണ്ടുപോയി അവതരിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം പോസ്റ്റ് ഇടുകയും അതിനെ സംബന്ധിച്ച് വലിയ വിവാദങ്ങളുണ്ടായി, ഒത്തിരി പിന്തുണ കിട്ടുകയും ചെയ്തു. പക്ഷേ ഇദ്ദേഹത്തിന് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്താണെന്ന് അറിയില്ല എന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. എന്ത് പരാതിയാണ് അവിടെ കൊണ്ട് കൊടുക്കുന്നത്? കേരളവും തമിഴ്നാടുമായിട്ട് പ്രശ്നമോ? അതിനാണോ ICJ ഉള്ളത്? ICJ എന്ന് പറഞ്ഞാൽ അതിലെ മെമ്പർ രാജ്യങ്ങൾ, അതിൽ അംഗമായിരിക്കുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ തീർക്കാനാണ്. രാജ്യത്തിനുള്ളിൽ തർക്കം തീർക്കാനല്ല. നമ്മുടെ രാജ്യത്തിനുള്ളിൽ തർക്കം തീർക്കാനുള്ള നമ്മുടെ ഏറ്റവും ഉയർന്ന കോടതി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. മുല്ലപ്പെരിയാറിനെതിരെ ഒരു പരാതിയുമായി അവിടെ ചെല്ലാൻ 2 ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് സ്ഥാപിച്ചിട്ടുള്ളത്. ഒന്ന്, അതിലെ അംഗരാജ്യങ്ങളുടെ തർക്കങ്ങൾ തീർക്കുക. 2, യുണൈറ്റഡ് നേഷൻസ് നിയമോപദേശം നൽകുക. മറ്റൊരു ഉദ്ദേശം അവർക്കില്ല. ഡാം പൊളിക്കേണ്ട, ഡാം പ്രശ്നമാണ്, തമിഴ്നാടുമായിട്ട് പ്രശ്നമാണെന്ന് പറഞ്ഞ് പോകുമെന്ന് ഞാൻ അന്താരാഷ്ട്ര കോടതിയിൽ, ഹേഗിലുള്ള കോടതിയിൽ പരാതി കൊടുക്കുമെന്ന് കഴിഞ്ഞ വർഷം അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ പോസ്റ്റും കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. അതുപോലെ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ അടുത്ത വർഷം കാണില്ല. പക്ഷെ ഇതിനിടയ്ക്ക് നമ്മൾ ഇപ്പോഴും പറയുന്ന ഉദാഹരണമില്ല, ഇങ്ങനെ പഞ്ഞി പറത്തി വിട്ട് കഴിഞ്ഞാൽ പിന്നീട് തങ്ങൾ പോകൊണ്ടേ ഇരിക്കും എന്ന് പറയുന്ന പോലെ തന്നെ അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഇദ്ദേഹം പരത്തുന്ന ഈ വാർത്തകൾ, തെറ്റായ വിവരങ്ങൾ, അറിവില്ലായ്മകൾ ഇതിങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ അതുപോലെ ഒരു കാര്യമാണ് പറഞ്ഞത്, ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി ഇല്ലാത്ത ഒരു സംഘടന, അതുപോലെ യുണൈറ്റഡ് നേഷൻസിന്റെ അക്കാഡമിക്ക് വന്ന് പഠനം നടത്തി. ഇതൊന്നും നടക്കാത്ത കാര്യം. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. ഡാമിന്റെ താഴെ താമസിക്കുന്നവർ അല്ലെങ്കിൽ ഇടുക്കിക്കാരായ മനുഷ്യർ, അങ്ങനത്തെ ആളുകൾക്ക് ഇത് വളരെ ജീവനെ കുറിച്ച് പേടിയുണ്ട്. ഇപ്പൊ സജിക്ക് ബഹ്റൈനിലിരുന്ന് എന്തും പറയാം, സജിക്ക് പ്രശ്നമല്ലല്ലോ. പക്ഷെ ഈ വക്കീൽ അതിന്റെ താഴെ കൂടി നടക്കുന്നുണ്ട്. അയാൾക്ക് അയാളുടെ ആരോഗ്യത്തെ കുറിച്ചും ജീവനെ കുറിച്ചും അയാളുടെ കുടുംബക്കാരെ കുറിച്ചും പേടിയുണ്ട്. അയാൾക്ക് അപ്പൊ അത് പറഞ്ഞൂടെ? ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതാണെങ്കിലും ഞാനൊരു ഇടുക്കി ജില്ലക്കാരാണ്. പക്ഷെ എന്റെ തറവാടിരിക്കുന്നത്, എന്റെ പേരൻസ് ഒക്കെ ജീവിച്ച സ്ഥലം എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീമിലല്ല. അപ്പം ഡാമിന്റെ അപകടം വന്നാൽ എനിക്ക് പ്രത്യക്ഷത്തിൽ പ്രശ്നമില്ലെന്ന് തോന്നാം. പക്ഷെ ഞാൻ 29 വർഷം ഈ വെളിരാജ്യങ്ങളൊന്ന് ജോലി ചെയ്തതിന്റെ എന്റെ മുഴുവൻ സമ്പാദ്യം എന്റെ ഡൗൺ സ്ട്രീമിലാണ്. ഇദ്ദേഹം പറയുന്ന ഈ വെള്ളം ഒഴുകി വരുന്ന ഏതെങ്കിലും ആ സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്റെ 29 വർഷത്തെ അധ്വാനം നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാനൊരു സ്റ്റേക്ക് ഹോൾഡർ തന്നെയാണ്. എന്തെങ്കിലും ഒരു അപകടം വന്നാൽ നഷ്ടം വരുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല, എന്റെ ജീവൻ ഒരു പക്ഷേ അപകടം ഉണ്ടാകില്ലായിരിക്കും, പക്ഷെ എന്റെ ഇതുവരെയുള്ള അധ്വാനം മുഴുവൻ നഷ്ടപ്പെടും. അപ്പം അതേസമയം അതിന്റെ ഡൗൺ സ്ട്രീമിൽ താമസിക്കുന്നത്, പ്രത്യേകിച്ച് ഇടുക്കി ഡാമിന്റെയും മുല്ലപ്പെരിയാർ ഡാമിന്റെയും ഇടയിൽ വള്ളക്കടവ്, വണ്ടിപ്പെരിയാർ പോലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന മനുഷ്യരുടെ ആശങ്ക വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. പക്ഷെ അതിനകത്ത് മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം,
ഇദ്ദേഹം പരത്തുന്നത് പോലെ അവരിൽ ഭയം വരുത്തുവല്ല വേണ്ടത്, ഭീതി വരുത്തുവല്ല വേണ്ടത്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? അതുപോലെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നത് പ്രായോഗികമായ ഒരു പരിഹാരമായിരിക്കും മുമ്പോട്ട് വയ്ക്കുന്നത്. അല്ലാതെ വെറുപ്പുണ്ടാക്കുകയും ഭീതി വരുത്തുകയും അവർ ഉറങ്ങാൻ പറ്റാത്ത രീതിയിലാക്കി തീർക്കുകയും ചെയ്ത് ഓൾറെഡി അവർ പ്രശ്നത്തിലാണ്, അവർ വീണ്ടും ഒരിക്കൽ കൂടി പ്രശ്നത്തിലാക്കുക അല്ല വേണ്ടത്. കാരണം ഇതൊരു രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ജലതർക്കമാണ്. അത് ഇരിക്കുന്നത് സുപ്രീം കോടതിയിലാണ്. അതിന് നമ്മുടെ ആളുകളെ ഇളക്കി വിട്ടത് കൊണ്ടോ അവരിൽ ഭീതി വരുത്തിയത് കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ 3.5 കോടി ജനങ്ങൾ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ 7.5 കോടി ജനങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. അവർ വെറുതെ ഇരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ എത്ര കച്ചവടക്കാർ അവിടെ ഉണ്ട്, നമ്മുടെ എത്ര ജോലിക്കാരുണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ് തമ്മിൽ ഇങ്ങനെ വൈര്യം ഉണ്ടാക്കുകയല്ല വേണ്ടത്. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. കാരണം കോടതിയിലാണ് വിഷയവിരിക്കുന്നത്. അപ്പൊ കോടതിയാണ് ബോധ്യപ്പെടുത്തേണ്ടത്. അടുത്ത പുനർനടപടി എന്താണെന്ന് നിശ്ചയിക്കേണ്ട കോടതിയാണ്. അപ്പൊ നമ്മൾ കേരളത്തിലുള്ള മനുഷ്യരോട് ഇത്തരത്തിലുള്ള വൈരാഗ്യവും വെറുപ്പും തമ്മിൽ വെറുക്കാനുള്ള ഒരുതരം ഭീതി വരുന്ന വാർത്തകൾ, അതും സത്യത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അവാസ്തവമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതിനകത്ത് തികച്ചും തെറ്റുണ്ട്. അതേസമയം ജനങ്ങളുടെ ഭീതി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ അഡ്രസ് ചെയ്യേണ്ട രീതി ഇങ്ങനെയല്ല. നമുക്ക് അതിലോട്ട് വരാം. ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാര്യം എന്താ പറയുക, ഇപ്പൊ ഇത്രയും കാണുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ കമന്റ് ഇടാൻ പോകുന്നത് ഇതാ, നിങ്ങൾക്ക് രണ്ടൊക്കെ എന്താ ഇത് പൊട്ടിയാ, നിങ്ങളെ ഇത് ബാധിക്കുന്നില്ല. അപ്പൊ സജിയുടെ ബ്രദേഴ്സ് മുഴുവൻ അവിടെ താമസിക്കുന്നുണ്ട്, സജിയുടെ സ്ഥലമുണ്ട്, ഇടുക്കിക്കാരനാണ്. എനിക്കും ആശങ്കയുണ്ട്. പരിഹാരം വേണം താനും. പക്ഷെ അതിന് ഇതൊന്നും അല്ല വഴി. അതിനുവേണ്ടി മനുഷ്യന് ഭീതി വരുത്തുക എന്നുള്ളതല്ല വഴി. യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയും പ്രായോഗികമായ മാർഗങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്താൽ നടക്കും? കാരണം സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിന് അതേപോലെ തന്നെ 7.5 കോടി മനുഷ്യർ ഉള്ള തമിഴ്നാട് എന്ന് പറയുന്ന ഒരു സ്ഥലവും ഒരു കക്ഷിയും 3.5 കോടി ജനങ്ങളുള്ള കേരളം എന്ന് പറയുന്ന 2 കക്ഷിയും ഇരിക്കുമ്പോൾ കോടതിക്ക് കേരളത്തോട് പ്രത്യേകിച്ച് വിയോജിപ്പൊന്നുമില്ല, അല്ലെങ്കിൽ അതൃപ്തിയുമില്ല, ഇവിടുത്തെ ജനങ്ങളോട് വെറുപ്പുമില്ല. പക്ഷെ അവരുടെ മുമ്പിൽ കിട്ടുന്ന യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ്, ഇൻഫർമേഷൻ എന്താണ്, സയന്റിഫിക് ഡേറ്റാസ് എന്താണ്, അത് വെച്ചിട്ടാണ് കോടതി തീരുമാനം എടുക്കുന്നത്. അപ്പൊ അതിലോട്ട് വേണ്ടിയിട്ട് എന്ത് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ ഭീതി അകറ്റാൻ പറ്റും, സത്യാവസ്ഥ എങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റും? നമ്മുടെ ശ്രമം അതിനു വേണ്ടിയാണ്. പക്ഷെ ഇദ്ദേഹം ചെയ്യുന്നത് അതല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. 2011 തുടങ്ങിയ ഭൂകമ്പങ്ങൾ അതിന്റെ ഇന്റൻസിറ്റി, അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടി വന്ന് ഇപ്പോൾ 3.4 ഫിനിഷ് ചെയ്തിരിക്കുക. 4+ വന്നു കഴിഞ്ഞാൽ ഡാമൊക്കെ നമ്മുടെ തലയിലേക്ക് വീഴും. ഇദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചായിരുന്നു സുനിത? അതായത് റിക്ടർ സ്കെയിലിൽ 2 മാഗ്നിറ്റ്യൂഡിൽ തുടങ്ങിയ ഇതിങ്ങനെ ക്രമാനുഗതമായി കൂടി ഇപ്പോൾ 3.4 ഫിനിഷ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വെള്ളം ചൂടാകുന്ന പോലെ ഇങ്ങനെ കൂടി വരുന്ന എന്തോ ഒരു സംഭവമാണ് ഭൂകമ്പം എന്നാണ് ഇദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് സീസ്മോളജിക്കൽ നെറ്റ്വർക്കിൽ വളരെ ശക്തമായ, വളരെ മുമ്പോട്ട് പോയിരിക്കുന്ന രാജ്യമാണ്. നമുക്ക് 115 സീസ്മോളജിക്കൽ ലബോറട്ടറികളുണ്ട് ഇന്ത്യയിൽ. ഇതിൽ നമ്മുടെ തൊട്ടടുത്തുള്ള കൊടൈക്കനാലിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് 1931 സ്ഥാപിച്ച ഒരു സീസ്മോളജിക്കൽ ലബോറട്ടറിയാണത്. നമുക്ക് തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. ഇത് ലൈവ് ആയിട്ട് ഓരോ നിമിഷവും ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിൽ എത്ര ചെറിയൊരു ഭൂകമ്പമാണെങ്കിലും അത് ഉണ്ടാകുന്നതിന് അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്യുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്ന വളരെ ശക്തമായ, വളരെ മുമ്പോട്ട് പോയ ഒരു ശാസ്ത്രശാഖയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതുവരെയും ഒരു ഭൂകമ്പം പ്രവചിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ശാസ്ത്രം വളർന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന് പറ്റിയിട്ടില്ല എന്നല്ല, ഇപ്പോഴെത്തിയിട്ടില്ല. പക്ഷെ നാളെ ഒരു കാലത്ത് അതും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു രേഖ, അതായത് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഏജൻസി ഉണ്ട്. അവരാണ് ഭൂകമ്പ സാധ്യതയെക്കുറിച്ച് ജനങ്ങൾക്ക് അറിയിപ്പ് കൊടുക്കുന്നത്. അവരുടെ ഒരു രേഖയിലും ക്രമാനുഗതമായി കേരളത്തിൽ ഭൂകമ്പങ്ങൾ കൂടി വരുന്നുവെന്നോ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുമെന്നോ ഒരു രേഖയുമില്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് 2 തുടങ്ങി 3.4 ഫിനിഷ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കണം എന്താണ്, അടുത്തത് 4 ആയിരിക്കും, പിന്നെ 4.25 ആയിരിക്കും, പിന്നെ 4 അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അങ്ങനെ ഒരു രേഖയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അങ്ങനെ ഒരു പഠനം വന്നിട്ടില്ല. അതേസമയം റിയൽ ടൈം ഇത് ഇൻഫർമേഷൻ കിട്ടായികയല്ല. എല്ലാ സമയത്തും 24 മണിക്കൂറും ഭൂമിയുടെ അടിയിൽ ഉണ്ടാകുന്ന ചെറിയ തരംഗങ്ങളെ പോലും നിരീക്ഷിക്കുകയും റെക്കോർഡ് ചെയ്യുകയും റിവ്യൂ ചെയ്യുകയും അതിൽ നിന്ന് ഇവർക്ക് പറ്റാവുന്ന രീതിയിൽ ഇവർ ഫോർകാസ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ശക്തമായ ഒരു ഭൂകമ്പ മാപിനിയും അതുമായി ബന്ധപ്പെട്ട രേഖകളും നമുക്കുണ്ട്, റെക്കോർഡ്സ് നമുക്കുണ്ട്. അത് നമ്മുടെ കയ്യിലുള്ള റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രമല്ല, ഇപ്പൊ ഖാനയിൽ ഒരു ഭൂകമ്പം നടന്നാൽ പോലും നമുക്ക് ആ നിമിഷം തന്നെ നമുക്ക് ഇവിടെ കിട്ടും. അതേ രീതിയിലുള്ള സംവിധാനവും നമുക്കുണ്ട്. അപ്പോഴാണ് പറയുന്നത് നമ്മൾ 2011 ഭൂകമ്പം ആരംഭിക്കുന്നത്. 2011 2.4 ആരംഭിച്ചപ്പോൾ 3.4 ഫിനിഷ് ചെയ്ത്. ഇതൊക്കെ എന്ത് തെറ്റായ ഒരു ധാരണ അറിയാം മനുഷ്യരുള്ളിൽ കൊടുക്കുന്നത്. ആ താഴെ താമസിക്കുന്ന മനുഷ്യ മാനസികമായിരിക്കും ഇതിങ്ങനെ കൂടി വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞില്ല, വെള്ളം തടച്ചു വരുന്നത് ഇങ്ങനെ കൂടി വന്നു കഴിഞ്ഞാൽ ഇനി 1-2 വർഷത്തിനുള്ളിൽ ഉറപ്പായിട്ടും ഈ മുല്ലപ്പെരിയാർ ഡാം കയറുമെന്ന് റൂർക്കി IIT പറഞ്ഞ 6-ൽ വലിയ താമസമില്ല എന്ന ഒരു ധാരണ വരൂലേ? അതൊക്കെ ഭയങ്കര തെറ്റാണ്. അങ്ങനെയല്ല ഇൻഫർമേഷൻ ജനങ്ങൾ കൊടുക്കേണ്ടത്. ആധികാരികമായിരിക്കണം. ഇത് സോഴ്സ് എന്താണെന്ന് കൂടി പറയാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ഇടുക്കി ഡാം തന്നെ ഇപ്പോൾ ആർച്ച് ഡാം തന്നെ 2 സെന്റിമീറ്റർ ചരിഞ്ഞിരിക്കുന്നു. പിന്നെ ചെറുതോണിയും കുളമാവും കൂടി ചേരുമ്പോഴാണ് 3 കൂടിയാണ് ഇടുക്കി ഡാം എന്ന് പറയുന്നത്. അതിൽ ചെറുതോണി ഒരു വീക്ക് ഡാമാണ്, അതുപോലെ തന്നെ കുളമാവ് ഡാം ഒരു വീക്ക് ഡാമാണ്. ആ കുളമാവ് ഡാമിൻ്റെ ഒരു ഭിത്തി എന്ന് പറഞ്ഞാൽ 40 അടിക്ക് ഒരു മൺതിട്ടയാണ്. അവിടെ ചോർച്ച വന്നപ്പോൾ
ഇലക്ട്രിസിറ്റി ബോർഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറേ കല്ല് കൊണ്ടുവന്ന ചതുപ്പിലിട്ട് ഓട്ട അടച്ച് നിർത്തിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ എൻജിനീയറിങ്. അപ്പോൾ ഈ എൻജിനീയറിങ് വിസ്മയമൊക്കെ തകർന്ന് ഇങ്ങോട്ട് പോരാൻ എളുപ്പമുണ്ട്. ഇദ്ദേഹം പറയുന്നതിനകത്ത് ആദ്യം പറയുന്നു ഇടുക്കി ഡാം 2 സെന്റിമീറ്റർ ചെരിഞ്ഞാൽ നിൽക്കുന്നതെന്ന്. എവിടുന്ന വിവരം കിട്ടിയത്? ആരാണ് ഈ വിവരം പറഞ്ഞത്? ഇതിന്റെ സോഴ്സ് എന്താണ്? ആധികാരികമായ അങ്ങനെ റിപ്പോർട്ടുണ്ടോ? നമ്മുടെ കേരളത്തിന്റെ കയ്യിലുണ്ടോ, അതോ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ കയ്യിലുണ്ടോ, സുപ്രീം കോടതി എവിടെയെങ്കിലും ഇങ്ങനെ ഒരു വിവരമുണ്ടോ? അടുത്ത് പറയുന്നത് കുളമാവ് ഡാം വീക്കാണ്, ചെറുതോണി ഡാം വീക്കാണ്. ആരാണ് പറഞ്ഞത് വീക്കാണെന്ന്? ഈ ചെറുതോണി ഡാമും കുളമാവ് ഡാമും മുല്ലപ്പെരിയാർ ഡാമിനെ പോലെ ഗ്രാവിറ്റി ഡാമാണ്. പടുത്തിരിക്കുന്ന മെറ്റീരിയൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതിന്റെ ഭാരം കൊണ്ടാണ് അത് അവിടെ നിലനിൽക്കുന്നത്. അതേസമയം ഇടുക്കി ഡാം അങ്ങനെയല്ല. ഇടുക്കി ഡാം ആർച്ച് ഡാമാണ്. ആർച്ച് ഡാം എന്ന് പറഞ്ഞാൽ അതിന്റെ 2 സൈഡിലുള്ള അബട്ട്മെന്റുകളിലാണ് അതിന്റെ ലോഡ് ചെല്ലുന്നത്. താഴോട്ട് അത് എത്ര തിന്നായ വാളാണെങ്കിലും അതിന്റെ വെയിറ്റ് കൊണ്ടുമല്ല, അതേസമയം അതിന്റെ ഭാരം പോകുന്നത് അവിടെ 2 പാറ ഉണ്ടായിരുന്നുള്ള ഒരു കാരണം. അപ്പൊ ഒരു ഡാമിന്റെ ബലം നിശ്ചയിക്കുന്നത് ഏത് തരം ഡാമാണെന്ന് ആണ് പ്രധാനപ്പെട്ടതായിട്ട്. ഈ സമയത്ത് ഞാനൊരു കാര്യം പറയാം. ഇപ്പോ ചിത്രത്തിൽ കാണുന്ന ഒരു ഡാം ഉണ്ടല്ലോ, അത് ടെഹരി ഡാമാണ്. ടെഹരി ഡാം അടുത്ത കാലത്താണ് പണിത് തീർത്തത്. അത് ഉത്തരാഖണ്ഡിലാണ്. അതിനകത്ത് സിമെന്റ് ഉപയോഗിച്ചിട്ടില്ല, മണ്ണും കല്ലും കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു ഡാമാണത്. അതേസമയം മുല്ലപ്പെരിയാർ ഡാമിനേക്കാളും ഏതാണ്ട് ഒരു ഇരട്ടി പൊക്കം വരുന്ന ഒരു അതികൂറ്റൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാമാണ് ടെഹരി ഡാം എന്ന് പറയുന്നത്. ഞാനവിടെ പോയി കണ്ടിട്ട് ഇപ്പൊ ചിത്രത്തിൽ കാണുന്ന ഞാൻ എടുത്ത ഫോട്ടോഗ്രാഫാണ് അതിന്റെ ഡാമിന്റെ അവിടെ നിന്നുണ്ട്. അപ്പൊ ഡാമിന്റെ മെറ്റീരിയൽ ആണ് ഇതിനകത്ത് പ്രശ്നം എന്നുണ്ടെങ്കിൽ അതിൽ മണ്ണും കല്ലും മാത്രമേ ഉള്ളൂ. സിമെന്റ് ഉപയോഗിച്ചല്ലേ പണിതിരിക്കുന്ന, കല്ല് ഉപയോഗിച്ചല്ല, വലിയ പാറകളോ ലൈമോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. സിമെന്റേഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയുള്ള ഒരു സാധനം അതിനകത്ത് ഉപയോഗിച്ചില്ല ഡാമിനകത്ത്. എന്ത് കൂറ്റൻ ഡാമാണെന്ന് അറിയാമോ? അതിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ ചെറുതാണ് ഈ മുല്ലപ്പെരിയാർ ഡാം. ആ ഡാം നിൽക്കുന്നത് വേറെ തരത്തിലാണ്. ആ ഡാം നിൽക്കുന്ന ആ ഡാമിന്റെ ഭാരം കൊണ്ടാണ് നിൽക്കുന്നത്. അതൊരു മൺചിറയാണ്. അപ്പോൾ ഇടുക്കി ഡാമിനേക്കാളും വലുതാണ് ആ ഡാം, ഇടുക്കി ആർച്ച് ഡാമിനേക്കാളും. അപ്പോൾ ഓരോ ഡാമിന്റെയും ബലം നിശ്ചയിക്കുന്നത് അത് ഏത് ടെക്നോളജി ഉപയോഗിച്ചാണ് പണിതിരിക്കുന്നത്. ഗ്രാവിറ്റി ഡാമാണോ അതോ ആർച്ച് ഡാമാണോ? ഇങ്ങനെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ എന്തടിസ്ഥാനത്തിലാണ് ഇപ്പൊ നമുക്ക് പൊതുവെ ലോകത്തിലെ ഏറ്റവും മുന്തിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒന്നാണ് നമ്മുടെ ഇടുക്കി ആർച്ച് ഡാം. അതിന്റെ രൂപവും ഭാവം കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും, മുല്ലപ്പെരിയാർ ഡാമിന് ഇത്തിരി വീക്കാണല്ലോ, കുളമാവ് ഡാമിന് ഇച്ചിരി വീക്കാണല്ലോ. അത് എന്നിട്ട് പൊതുജന മധ്യത്തിൽ പറയാണ് അതൊക്കെ എത്രയോ വലിയ കൂറ്റൻ ഡാമുകളാണെന്ന് അറിയോ. ആ ഡാമുകൾ വീക്കാണെന്ന് പൊതുജന സമക്ഷം ഒരു സാധാ പൗരൻ പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ? ഗ്രാവിറ്റി ഡാം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? ഗ്രാവിറ്റി ഡാം ഗ്രാവിറ്റി ഡാം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ചെറു കെട്ടുന്ന പോലെ മാത്രമേ ഉള്ളൂ. അതിന്റെ ഭാരം കൊണ്ടാണ് നിലനിൽക്കുന്നത്. അതിനുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ സിമെന്റേഷ്യസ് പ്രോപ്പർട്ടി ഉണ്ടോ, അതിനകത്ത് സ്റ്റീലോ ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല നിലനിൽക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു ചെറു കെട്ടുന്ന പോലെ അതിനകത്ത് കല്ലുകൾ ഉപയോഗിച്ചാണ് കെട്ടിയിരിക്കുന്നത്. ഇനി ആ കല്ലുകൾ അങ്ങനെ തന്നെ നിന്നാൽ തന്നെയും ഇതിനകത്ത് പറയുന്ന സുർക്കി എന്ന് പറയുന്ന അതിന്റെ മിശ്രിതം ഒലിച്ചു പോയാലും ആ കല്ല് അവിടെ നിലനിന്നാൽ ആ കല്ലിന്റെ ഭാരത്തിൽ കല്ല് അലിഞ്ഞു പോയാൽ പോയി. കരിങ്കല്ല് അലിഞ്ഞു പോകുന്ന പ്രശ്നമില്ലല്ലോ. അപ്പൊ ആ ഡാമിന് സാധാരണ ഇതിൽ ചോർച്ച ഉണ്ടായാൽ പോലും ഡാമിന് അപകടം ഉണ്ടാവില്ല. ഇപ്പോ അതിന് നമ്മൾ കാലപ്പഴക്കം നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. കാരണം പിരമിഡ് 5000 വർഷമായി പിരമിഡ് പണിതിട്ട്. എന്തുകൊണ്ടാണ് പിരമിഡ് തകർന്നു വീഴാത്തത്? കാരണം അതാണ് ഫിസിക്സ്. ഇവിടെയും ഫിസിക്സ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ വെച്ചിരിക്കുന്ന കല്ലിന്റെ ഭാരം അത് ഒരു സൈഡിൽ വരുന്ന വെള്ളത്തിന്റെ മർദ്ദത്തെക്കാൾ കൂടുതൽ ഡാമിന് ഭാരം ഉണ്ടെങ്കിൽ ആ ഡാം തകരുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഇല്ലെങ്കിൽ അതേപോലത്തെ എന്തെങ്കിലും പ്രകൃതിക്ഷോഭങ്ങൾ വരണം. വലിയൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭൂകമ്പം ഉണ്ടാകുക, അങ്ങനെ ഇപ്പൊ പിരമിഡ് തകർന്ന് ഭൂകമ്പം ഉണ്ടായി താഴോട്ട് വീണ് കഴിഞ്ഞാൽ പിരമിഡ് പോലും തന്നെ കിടക്കത്തുള്ളൂ. അതുപോലെ സ്ട്രക്ചറലി ഒരു ഇതായിരിക്കുന്നുള്ളൂ, പക്ഷെ അതും ഒരു പിരമിഡ് ആയിരിക്കും, നമ്മൾ പണിത പോലെ ആയിരിക്കുന്നുള്ളൂ എന്ന് പറയുന്ന പോലെ. അങ്ങനെ അതാണ് ഫിസിക്സ്. അങ്ങനെ ഇരിക്കാൻ പറ്റും. അതിന്റെ ഭാരമാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അല്ലാതെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലോ അതിന്റെ വശങ്ങളിലുള്ള ഇപ്പൊ ഇടുക്കി ആർച്ച് ഡാമിന് പറഞ്ഞ പോലെ അതിന്റെ വശങ്ങളിൽ അബട്ട്മെന്റിലുള്ള പാറയുടെ സ്ട്രെങ്ത് അതൊന്നുമല്ല, അതിന് ഭാരമാണ്. അതുകൊണ്ടാണ് ഇതിന് സ്ട്രെങ്തൻ ചെയ്യുന്ന സമയത്ത് പ്രധാനമായ രീതിയിൽ 2 സ്ട്രെങ്തനിങ്ങിനകത്ത് ഇതിന് ഭാരം കൂട്ടുക എന്നുള്ള കാര്യം ചെയ്തത് ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ. അതുകൊണ്ടാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ CWC സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഇത് പഴയ ഡാം അല്ല, ഇത് പുതിയ ഡാമാണ്. കാരണം പഴയ ഡാമിന്റെ എല്ലാ പ്രത്യേകിച്ച് അതിന്റെ വെള്ളം കിടക്കാത്ത വശത്ത് കൂറ്റൻ RCC പാളികൾ കൊണ്ട് പൊതുകയും മുകളിൽ ഒരു ക്യാപ്പിംഗ് വയ്ക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്തത്, അതായത് ഒരു ഗ്രാവിറ്റി ഡാമിനെ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാമോ ശാസ്ത്രീയമായിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത് കൊണ്ടാണ് സുപ്രീം കോടതി സംബന്ധിച്ചത് ഒരു പുതിയൊരു ഡാമാണെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വാദഗതി ഒന്നും നാളെ ഡാം തകരില്ലെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളതല്ല. അതല്ല നമ്മുടെ പ്രശ്നം. പക്ഷേ ഈ ഡാമിനെ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ 32 വർഷത്തോളമായി സ്ട്രെങ്തൻ ചെയ്തിട്ട്. ഇപ്പോൾ ഒരു സേഫ്റ്റി ഓഡിറ്റ് നടത്തേണ്ടതാണെന്നാണ് എന്റെയും അഭിപ്രായം. അതവിടെ നിൽക്കട്ടെ. പക്ഷെ അതാണ് ചെയ്യേണ്ടത്. ഒരു സേഫ്റ്റി ഓഡിറ്റിംഗാണ് ഇപ്പോൾ ഡാമിന് ചെയ്യേണ്ടത്. ഇപ്പോൾ ഡാം ബലമുള്ളതാണോ? പ്രത്യേകിച്ച് ഇപ്പൊ കാലാവസ്ഥ മാറിയ സാഹചര്യത്തിൽ ഒരു മേഘസ്ഫോടനം എന്ന് പറയുന്ന പോലെ വലിയ വെള്ളം വരികയോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു 6-നേക്കാൾ കൂടിയ ഒരു മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു ഭൂകമ്പം വരികയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഡാം നിലനിൽക്കുമോ? അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഡാം പൊളിച്ചു കളയാന്നുള്ളതൊന്നുമല്ല പരിഹാരം. ഡാം പൊളിച്ചു കളയുക എന്ന് പറയേണ്ടത് അതിന്റെ എക്സ്പേർട്സ് ആണ് പറയേണ്ടത്. ഒരു ഡാം നിന്ന സ്ഥലത്ത് ആ ഡാം ദുർബലമായി ഇനി ഇപ്പോഴത്തെ മാറിയ കാലാവസ്ഥ നിലനിൽക്കുമെന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യണമെന്ന് പറയേണ്ടത് നമ്മളാരുമല്ല,
അത് പറയേണ്ട അത് പറയാനുള്ള 6000 ചില്ലുവാനും ഡാമുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് നമ്മുടെ CWC, നമ്മുടെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഇന്ത്യയിൽ. പണിതുകൊണ്ടിരിക്കുന്ന 141 ഡാമുകൾ ഉൾപ്പെടെ 6132 ഡാമുകളാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അറിവില്ലേ, ലോകത്തിലെ ഏറ്റവും കൂടിയ ഡാമുകളുടെ എണ്ണം നോക്കിയാൽ 3ാമത്തെ സ്ഥാനമാണ് നമുക്ക് മുകളിൽ അമേരിക്കയും ചൈനയും മാത്രമേ ഉള്ളൂ. ഇത്രയും ഡാമുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന വലിയൊരു അപ്പെക്സ് ബോഡി നമുക്കുണ്ട്. ധാരാളം ശാസ്ത്രജ്ഞന്മാർ അവരുടെ കൂടെ ഉണ്ട്, ധാരാളം എക്സ്പേർട്ടുകളുണ്ട്. അവരാണ് പറയേണ്ടത് ഡാം ദുർബലമായോ. അവരാണ് ഒരു സേഫ്റ്റി ഓഡിറ്റ് നടത്തേണ്ടത്. കഴിഞ്ഞ വർഷം ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് VS അച്യുതാനന്ദൻ ഒരിക്കലും അത് സന്ദർശിക്കാൻ പോയ സമയത്ത് ഒരു തമാശയ്ക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കാലം കൊടുക്ക് ആ ഡാമിന്റെ സൈഡിൽ എവിടെയോ ഒന്ന് കുത്തി, അന്നേരം കുറച്ച് കോൺക്രീറ്റ് അങ്ങ് നടന്നുപോയി. അപ്പൊ തന്നെ ക്യാമറയെ പിടിച്ചിട്ട് ഇത് മാധ്യമപ്രവർത്തകർ പറയുന്നത് ഡാമിന് ബലം പോയി. ഡാമിന് ബലം നിശ്ചയിക്കുന്ന കാലം കൊടുക്കി കുത്തിയിട്ടല്ല, അതിന് ശാസ്ത്രീയമായ രീതികളുണ്ട്, ധാരാളം വഴികളുണ്ട്, അതിന്റെ എക്സ്പെർട്സ് ഉണ്ട്, അതിന് ഏജൻസ് ഉണ്ട്. അവർ പറയണം ഈ ഡാം ദുർബലമാണെന്ന്. അവർ ദുർബലമാണെന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത വഴി ഡാം പിറ്റേ ദിവസം രാവിലെ പോയി ഡാമിനെ പൊളിക്കില്ല. അതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ഇപ്പോ ഇക്കഴിഞ്ഞ ദിവസമാണ് ഡീൻ കുര്യാക്കോസ് MP പാർലമെന്റ് പോയിട്ട് ഇത് ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അതേപോലെ ഇപ്പോ കുറെ ആളുകൾ എനിക്ക് തോന്നുന്നു പുതിയ ഡാം വേണമെന്നാണ് പറയുന്നത്. താഴെ പുതിയ ഡാം വേണമെന്ന് കുറെ പേര് പറയുന്നുണ്ട്. ചിലർ ഇത് പൊളിച്ചു കളയണം എന്ന് പറയുന്നുണ്ട്. ശരിക്ക് ഈ സമയത്ത് നമ്മൾ എന്താണ്, മലയാളികൾ എന്താണ് ആവശ്യപ്പെടേണ്ടത്? നമ്മൾ ഇങ്ങനെ നിറച്ചും കത്തെഴുതി പിന്നെ സുപ്രീം കോടതി കൊണ്ടു കൊടുക്കണം. സുപ്രീം കോടതി കേരളത്തോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ? നമ്മൾ എന്താണ് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടത്? ഇപ്പൊ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടത് ഈ റസൽ ജോയി പറയുന്ന പോലെ ജനങ്ങളുടെ ഭീതി വരുത്തുകയോ അവാസ്തവമായ കാര്യം പറയുകയല്ല വേണ്ടത്. ഇപ്പൊ നമുക്ക് വേണ്ടത് എന്നാണെന്നറിയാമോ? ശരിക്കും ആ ഡാം സുരക്ഷിതമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അത് ഈ സുപ്രീം കോടതി ഒരു കാര്യം പറയാൻ നമ്മുടെ നാട്ടിലെ നിയമമാണ്. അതുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ആ ഡാമിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന്. അതിനാധാരമായ വിവരങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിട്ടുള്ളതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. 6000-ലധികം ഡാമുകളുടെ സേഫ്റ്റി ഓഡിറ്റിംഗ് നടന്ന സേഫ്റ്റിയുടെ അതിന്റെ എല്ലാ ഉത്തരവാദിത്വമുള്ള അപ്പെക്സ് ബോഡിയായ സെൻട്രൽ വാട്ടർ കമ്മീഷനാണ് പറഞ്ഞിരിക്കുന്നത്. കോടതിയെ സംബന്ധിച്ച് കോടതിയിൽ ജഡ്ജസ് ഒന്നും ഇതിന്റെ എക്സ്പെർട്സ് അല്ല. നമ്മളെ പോലെ, നമ്മുടെ യൂട്യൂബർമാരെ പോലെ, നമ്മുടെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി പോലെ അവർ കൺക്ലൂഷൻ എത്തൂല. അതിന്റെ എക്സ്പെർട്ടുകളെ അത്തരം ഏജൻസികളിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിനു ശേഷം ഡാം 92-ൽ ബലപ്പെടുത്തിയത്, 92-ൽ അവസാനിച്ച 4 ഫേസുകളാണ് ചെയ്ത് ബലപ്പെടുത്തിയത് ശാസ്ത്രീയമാണ്. അത് പഴയ ഡാമല്ല, അത് ഇപ്പോൾ നിലനിൽക്കുന്നതാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവിടെ 136 അടിയിൽ നിന്ന് 142 അടി വെള്ളം ഉയർത്താൻ ഇടയായത്. എന്റെ ഏറ്റവും വലിയ ഭയം എന്താണെന്ന് അറിയാവോ? അടുത്ത കേസുമായിട്ട് ചെല്ലുമ്പോൾ ഈ 142 എന്ന് പറയുന്നത് 152-ൽ ഉയർത്താൻ സുപ്രീം കോടതി വിധിയിടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പൊ നമ്മൾ ഒന്നുകൂടി ഭയത്തിലാവും. കാരണം സുപ്രീം കോടതിയുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ഡാം ബലപ്പെടുത്തേണ്ടതായ എല്ലാ രീതിയിലും ബലപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഡാമിന് അത്രയും 152 അടി വെള്ളം ഉണ്ടായിരുന്നു പണ്ടൊരു കാലത്ത്, 79 വരെ. അതിനേക്കാളും മികച്ചൊരു ഡാമായി മാറിയെന്ന് ശാസ്ത്രീയമായിട്ട് സുപ്രീം കോടതി ബോധ്യപ്പെടുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ആരാണ് ആധികാരികമായി ഇത് പറയാൻ? ഇന്ത്യയിലെ CWC ഉണ്ടായിരുന്നു, എംപവേർഡ് കമ്മിറ്റി ഉണ്ടായിരുന്നു, ഇനി അന്വേഷിക്കുന്ന ഏജൻസി CWCയുടെ ആളുകൾ ഉണ്ടായിരുന്നു, പിന്നെ മറ്റു കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അവര് ഈ ബലപ്പെടുത്തലിനെ കുറിച്ച് അവർ പഠിച്ചു. ബലപ്പെടുത്തലിന് നിർദ്ദേശം അവരാണ്. ഇനി രീതിയിൽ ചെയ്താൽ ഈ ഡാം ബലം കൂടും. അന്ന് ദുർബലമായി എന്ന് തോന്നുന്ന സമയത്താണ് 152 അടിയിൽ നിന്നും 139 അടിയിലേക്ക് സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ചെയർമാൻ തന്നെയാണ് ഓർഡർ ഇട്ടത്. അതിനുശേഷം ഒരു ദീർഘകാലാടിസ്ഥാനം, ഹ്രസ്വകാലാടിസ്ഥാനത്തുള്ള പദ്ധതികളുമായിട്ട് അവർ മുമ്പോട്ട് വന്നു. അതിലെല്ലാം പൂർത്തീകരിച്ചു 1992-ല്. അതിനുശേഷമാണ് സുപ്രീം കോടതിയിൽ ചെല്ലുന്ന സമയത്താണ് ഈ പറയുന്നത് വെള്ളത്തിന്. അപ്പോൾ ഈ ഡാം സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റിയെ കുറിച്ച് ഭയപ്പെടേണ്ടതില്ല എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു. ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. സുപ്രീം കോടതിക്ക് അത് ബോധ്യപ്പെട്ടു, CWCക്ക് ബോധ്യപ്പെട്ടു, എംപവേർഡ് കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടു. നമ്മുടെ ജനങ്ങളിൽ ഭീതി ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ ടേക്കപ്പ് ചെയ്യണ്ടേ? നമ്മളിവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. സുപ്രീം കോടതി ബോധ്യപ്പെടുത്തണം. 32 വർഷം കഴിഞ്ഞിരിക്കുന്നു അന്ന് ബലപ്പെടുത്തിയിട്ട്. ഞങ്ങൾക്ക് താഴെ താമസിക്കുന്ന ഭയമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഡാം പൊളിച്ചോളെ എന്നല്ല പറയുന്നത്, നമുക്കൊരു സേഫ്റ്റി ഓഡിറ്റിംഗ് നടത്താം. അത് ആര് നടത്തണം എന്നറിയാം? നമ്മൾ 2 പ്രാവശ്യം പഠനം നടത്തിയായിരുന്നു. ആ 2 പ്രാവശ്യം പഠനങ്ങൾ സുപ്രീം കോടതി അംഗീകരിക്കാതെ പോയത് എന്തുകൊണ്ടെന്നറിയോ? നമ്മൾ ഏകപക്ഷീയമായിട്ട് 2 ഏജൻസിനെ ഏർപ്പെടുത്തുകയും അവരുടെ റിപ്പോർട്ട് ബയാസ്ഡ് ആകാൻ സാധ്യതയുണ്ടെന്ന് തമിഴ്നാട് എതിർക്കുകയും ചെയ്തു. ഇപ്പൊ തമിഴ്നാട് റിപ്പോർട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? അത് ബയാസ്ഡ് ആയിരിക്കും. അവർ പൈസ കൊടുത്ത് അവർ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഏജൻസി അല്ലേ? ഇതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ റൂർക്കി IITയുടേതും ഡൽഹി IITയുടേതും റിപ്പോർട്ടുകളിൽ നമുക്ക് അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് കോടതി പരിഗണിക്കില്ല. അപ്പൊ എന്താണ് നമുക്ക് വേണ്ടത്? കോടതിയുടെ മേൽനോട്ടത്തിൽ നമ്മൾ കോടതിയെ ബോധ്യപ്പെടുത്തുക, ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, ഒരു സേഫ്റ്റി ഓഡിറ്റിംഗ് നടത്തണം, ഇതിന്റെ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റിയെ കുറിച്ച് ഒരു പഠനം നടത്തണം. അതിന് തമിഴ്നാടിന് കൂടി അംഗീകാരമുള്ള 2 പേര് യോജിക്കുന്ന ഒരു ഏജൻസി ആയിരിക്കണം. ആ ഏജൻസിയുടെ റിപ്പോർട്ട് വരികയാണ് ഈ ഡാം ദുർബലമാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് നമ്മുടെ പ്രശ്നമല്ല, പിന്നെ സുപ്രീം കോടതി പ്രശ്നം അതിന് പരിഹരിക്കാന്നുള്ളത്. അപ്പോഴെന്താ പരിഹാരം? ഡാം പൊളിക്കാന്നുള്ളതാണോ? ആരാ തീരുമാനിച്ച ഡാം പൊളിക്കാന്നുള്ളത്? ഒരു ഡാം ദുർബലമായാൽ അത് ബലപ്പെടുത്താൻ കഴിയുമോ, ഓൾട്ടർനേറ്റീവ് വഴികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിശ്ചയിച്ചിട്ടും വിദഗ്ധ ഏജൻസികളാണ്.
ആ ഏജൻസി പറയും ഇതേ പോകാൻ വഴിയുള്ളൂ. പൊളിക്കുക എന്നൊക്കെ പറഞ്ഞ ലാസ്റ്റ് റിസോർട്ടാണ്. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഡാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ, റിപ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ, അതിന് ശക്തിപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ അവസാനത്തെ വഴി എന്ന നിലയിലാണ് ഡാം പൊളിക്കുക. നമ്മൾ ആദ്യത്തെ ഇതുമായിട്ട് ഡാം പൊളിക്കണം എന്ന് പറഞ്ഞാൽ തമിഴിന്റെ മുമ്പിലോട്ടില്ല. ഈ തമിഴ് നമ്മളിത് നേരെ എതിർവശം ചിന്തിച്ച്, അതായത് സുനിത, നമ്മൾക്കാണ് വെള്ളം വേണ്ടത്. ഡാം വെള്ളമുള്ളത് തമിഴ്നാട്ടിലുമാണ്. അപ്പൊ നമ്മൾ തമിഴ്നാട്ടുകാർ പറയും ഞങ്ങൾക്ക് ഇത് ഭീഷണിയാണെന്ന് പറയുന്നു. സുപ്രീം കോടതിയും സെൻട്രൽ വാട്ടർ കമ്മീഷനും പറയുന്നു ഈ ഡാമിന് പ്രശ്നമില്ലെന്ന് പറയുന്നു. ആ സമയത്ത് തമിഴ്നാട്ടുകാർ വീട് പറയുന്നത് അപ്പൊ നമുക്ക് വെള്ളം വേണം, നമ്മുടെ 4 ജില്ലകൾ അതുകൊണ്ടാണ് ജീവിക്കുന്നത്. അവർ പറയുന്ന ഡാം പൊളിക്കണം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയായിരിക്കും ഇതിനെ കാണുന്നത്? നമുക്കറിയാവുന്ന ഏജൻസികളും എക്സ്പേർട്ടും പറയുന്നു ഡാമിന് കുഴപ്പമില്ലെന്ന് പറയുന്നു. ജനം പറഞ്ഞു ഇത് പൊളിക്കണം എന്ന് പറയുന്നു. നമ്മൾ എങ്ങനെയായിരിക്കും കാണുന്നത്? ഇത് തന്നെയാണ് ഒരു സാധാ തമിഴിന്റെയും ചിന്താഗതി. അവരെ സംബന്ധിച്ച് അവരെന്താ പറയുന്നത്, ഉച്ചനീതി മന്ത്രം അല്ലെ, സുപ്രീം കോർട്ടും CWCയും ഈ ഡാം സ്ട്രോങ് ആണെന്ന് പറയുമ്പോൾ മലയാളികൾ എന്തിനാണ് ഇത് പൊളിച്ചോളെന്ന് പറയുന്നത് ചോദിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ വ്യക്തി ഇതൊരു എന്താണ്, 2 സ്റ്റേറ്റ് തമ്മിലുള്ള മനുഷ്യർ തമ്മിലുള്ള ഒരു വിയോജിപ്പായി സംഭവം മാറി. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. പിന്നെ ഇനി ഡാം പൊളിച്ച് കളയാന്നിരിക്കട്ടെ, ഡാം ഡീകമ്മീഷൻ ചെയ്യുള്ളൂ എന്നുള്ളത് അത് നമ്മളല്ല പറയേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞു അതിന്റെ വിദഗ്ധ ഏജൻസിയാണ് പറയേണ്ടത്. ലാസ്റ്റ് റിസോർട്ട് ഡാം പൊളിക്കുക എന്ന് പറഞ്ഞു, പൊളിക്കണമെന്ന്. അപ്പോൾ പുതിയ ഡാം പണിയെന്ന് ആരാ തീരുമാനിച്ചേ? നമ്മൾ പുതിയ ഡാം എന്ന് പറഞ്ഞ മോമെന്റിൽ നമ്മുടെ കാൽ പിഴച്ചു. നമുക്കത് പറയാനേ പാടില്ല. കാരണം അന്നേരം നമ്മൾ പെന്നിക്യൂക്കിന്റെ കാലത്തോട് മടങ്ങിപ്പോവാണ്. വെള്ളത്തിന് ഡാം മാത്രമേ പരിഹാരമുള്ളൂ എന്നുള്ളൊരു കാലം എന്ന് പറഞ്ഞാൽ അന്നായിരുന്നു, ഇന്നല്ല. അപ്പൊ ഇനി എന്താണ്? തമിഴ്നാടിന് വെള്ളം മതി, തമിഴ്നാട് ഡാം വേണ്ട. നമുക്ക് സത്യം ഡാം വേണ്ട, ആർക്കും ഡാം വേണ്ട, തമിഴ്നാട് വെള്ളം മതി. അപ്പൊ അതിന് വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടോ? തടയണകൾ പണിതോ, ഇല്ല ഇടുക്കി ജില്ലയിൽ നിന്നോ, അല്ല ഇടുക്കി ഡാമിൽ നിന്നോ, ഇല്ലെങ്കിൽ ഈ ഡാമിൽ തന്നെ കുറച്ചുകൂടി താഴെ നിന്ന് മറ്റൊരു ഔട്ട്ലെറ്റ് ഉണ്ടാക്കി അതോ എന്താന്നുള്ള പരിഹാരം ഇതൊന്നുമില്ലെങ്കിലും പുതിയ ഡാം എന്ന് പറയുന്നത് അവസാന വഴിയാണ്. കാരണം ഈ പുതിയ ഡാം പണിത് കഴിഞ്ഞാലും ഒരു 150 കൊല്ലം കഴിയുമ്പോൾ പൊളിച്ചോളേണ്ടി വരില്ലേ? 999 വർഷമാണ് ഇതിന്റെ ലീസ് ഇരിക്കുന്നത്. ആ ലീസ് അത് നിയമപരമായ ലീസോ അല്ലെങ്കിൽ ലോകത്തിൽ അങ്ങനെ ഒരു ലീസ് ഇല്ലാത്തതാണ് എങ്കിലും ഇരിക്കട്ടെ. അങ്ങനെ 999 വർഷം ഈ ലീസ് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 150 വർഷം കഴിഞ്ഞ് ഡാം പൊളിക്കാൻ തുടങ്ങി എത്ര പ്രാവശ്യം ഇത് പണിയേണ്ടി വരും? എത്ര ഡാം പണിയേണ്ടി വരും? അന്നേരം ഭീഷണി കൂടുതലായിരിക്കും. കാരണം ഡൗൺ സ്ട്രീമിൽ താമസിക്കുന്ന ജനങ്ങളുടെ എണ്ണം കൂടും, അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് കൂടും. അപ്പോ പുതിയ ഡാം എന്ന് പറയുന്നത് ഒരു ആശയമേ അല്ല. ഇനി ആണെങ്കിൽ തന്നെ അത് പറയേണ്ടത് നമ്മളല്ല, അതിന്റെ എക്സ്പേർട്സാണ് പറയേണ്ടത്. വേറെ ഒരു വഴിയുമില്ല അങ്ങോട്ട് വെള്ളം കൊണ്ടുപോകാൻ. അതുകൊണ്ട് ഇത് മാത്രമാണ് വഴി എന്ന് പറയേണ്ടത് അവരാണ്. അപ്പൊ നമ്മൾ ഈ ഡാം പൊളിക്കുക എന്ന് പറയുന്നത് നമ്മളല്ല പറയേണ്ടത്, ഡാം പണിയാന്ന് പറയുന്നത് നമ്മളല്ല പറയേണ്ടത്. അതിനെല്ലാം ജിയോളജിസ്റ്റുകളുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ധാരാളം വിദഗ്ധന്മാരും ഏജൻസികളും ഒക്കെ ഉണ്ട്. അവരെ പഠിച്ചിട്ട് പറയേണ്ടത് വേറെ വഴിയുമില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പുതിയ ഡാം എന്നുള്ളതും പൊളിച്ചു കളയുക എന്ന് പറയുന്നതും ഒക്കെ ഒരു ലെയ്മാൻ നിന്ന് സംസാരിക്കേണ്ട ഒരു വിഷയമല്ല. അതൊക്കെ പറയാൻ പറ്റിയ വൈദഗ്ധ്യമുള്ള ഏജൻസി നമുക്കുണ്ട്. ഇല്ലെന്നുള്ളത് നമുക്ക് വിദേശത്ത് വരുത്താമല്ലോ, അത് അവസ്ഥ. പക്ഷേ അതിൻ്റെയൊന്നും ആവശ്യമില്ല. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ 3ാമത് ഡാമുകളുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. നമുക്ക് ആവശ്യത്തിന് എക്സ്പെർട്സ് ഉണ്ട്. ഇവിടെ ഇതില്ലേ, മറ്റേ BPCL-ഇല്ലേ, അവിടെ ഇന്ത്യ മുഴുവൻ കത്തിക്കാനുള്ള ക്രൂഡ് ഓയിൽ ഉണ്ട്. ഇന്ത്യ മുഴുവൻ നിന്ന് കത്തിക്കാനുള്ള ക്രൂഡ് ഓയിൽ അവിടെ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. അത് തകർന്നാൽ പുഴയിലും കടലിലും ക്രൂഡ് ഓയിൽ കലരും. ഇവിടെ നിന്ന് ഗൾഫ് രാജ്യങ്ങൾ വരെ കടലിൽ ഇത് കടലില് വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുന്ന സാധനമായി ക്രൂഡ് ഓയിൽ. താഴേക്ക് പോവില്ല, മുകളിൽ നിൽക്കും. അത് ഗൾഫ് രാജ്യങ്ങൾ വരെ പോവും. ഒരു മൊബൈലിലെ സ്പാർക്ക് മതി ഇത് കത്താൻ. ഇവിടെ നിന്ന് കടല് അവിടം വരെ കത്താൻ ഒരു മൊബൈലിലെ സ്പാർക്ക് മതി. കടൽ ജീവികൾ സമ്പൂർണമായി നശിക്കും. മനുഷ്യൻ പോയി, മനസ്സിലായി? ഇത് തകർന്ന മനുഷ്യൻ പോയി. അതായത് ഇപ്പം അങ്ങോട്ട് പോകുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ലിബിയയിലെ ഡെർണയിൽ തിരിച്ചു കയറി വന്നത് 7 നില പൊക്കത്തിലാന്ന് പറഞ്ഞില്ലേ, 7 നിലയുടെ മേലെ കൂടി. ഇത് വന്നാലുള്ള സ്ഥിതി എന്താ? എറണാകുളത്തെ അമ്പര ചുംബികളെല്ലാം അതിനു മുമ്പേ പോകും. തിരിച്ചു വരുമ്പോൾ കേരളം മുഴുവനും പോകില്ലേ? അതാ നമ്മൾ മംഗലാപുരം പോകില്ലേ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ പോകില്ലേ, മുംബൈ പോകില്ലേ, ഗോവ പോകില്ലേ? കടല് കേരളത്തിൽ നിന്ന് വന്ന വെള്ളമാണ്, എന്നാൽ കേരളത്തിൽ മാത്രം പോയാൽ മതി എന്ന് കടൽ ചിന്തിക്കുക. തിരിച്ചു വരുന്നത് വലിയൊരു ഫോഴ്സിന് വരും. ഇതിനൊറ്റ മറുപടി പറയാനുള്ളൂ സുനിത. എന്തൊരു ബിഡൽസ ബാബുവേട്ടാ. ഇന്ത്യ മുഴുവൻ കത്തിക്കാനുള്ള ക്രൂഡ് ഓയിൽ അവിടെ ഉണ്ട്. ആ ക്രൂഡ് ഓയിൽ തകർന്നു കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൽ കൂടെ പകരും. ഇത് ചെന്ന് കഴിഞ്ഞിട്ട് അറബിക്കടൽ മൊത്തം നിന്ന് കത്തും. പിന്നെ അത് ശ്രീലങ്ക വരെ ചെല്ലും, ഗോവ വരെ ചെല്ലും. ഇതെന്തൊരു ബിഡൽസ ഇത്? എന്തെങ്കിലും ആധികാരികത ഉണ്ടോ? ഈ ഒരു ഡാം തകർന്നാൽ, ഇനി ഇൻ കേസ് ഒരു ഡാം തകർന്നാൽ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായി ശാസ്ത്രീയമായി, അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏതെങ്കിലും പണ്ഡിതം വരയ്ക്കുന്ന ഒരു വരയിലൂടെ ഈ വെള്ളം പോകണമെന്നില്ല. പക്ഷെ ഡാം ബ്രേക്ക് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയുണ്ട്. അവര് സിമുലേറ്റേഴ്സ് വെച്ച് മോഡൽസ് ഉണ്ടാക്കിയിട്ടും ഈ പറയുന്ന ഇതേപോലത്തെ ടെറൈൻ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു അനാലിസിസ് നടത്തിയിട്ടാണ് ഇവർ തീരുമാനിക്കുന്നത് എവിടെയൊക്കെയാണ് ചെല്ലുന്നത്, എന്തൊക്കെയാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് ഇനി എവിടെയെല്ലാം റീഹാബിലിറ്റ് ചെയ്യേണ്ടി വരും, ഇതെല്ലാം റീഹാബിലിറ്റേഷൻ വേണ്ടി വരും. ഇതിനെക്കുറിച്ച് എല്ലാം പഠിക്കുന്ന ശാസ്ത്രശാഖയുണ്ട്.
അവർ ചെയ്തൊരു റൂർക്കി IIT മുല്ലപ്പെരിയാർ ഡാമിന്റെ ഡാം ബ്രേക്ക് അനാലിസിസ് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അല്ലാതെ ചുമ്മാ ഭാരത് പെട്രോളിയത്തിന്റെ അവിടെ ഇന്ത്യ മൊത്തം കത്താനുള്ള ഇതുണ്ട്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തറിയോ? ഇത്തരം വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കായികയല്ല. മുല്ലപ്പെരിയാർ ഡാം പൊട്ടി വന്നാൽ ഇടുക്കി പൊട്ടിയാൽ ലോവർ പെരിയാർ പൊട്ടും, അത് കഴിഞ്ഞാൽ ഭൂത്താങ്കെട്ട് പൊട്ടും. ഇവരെല്ലാം പറഞ്ഞിരുന്നത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇവർ ആ ഡൗൺ സ്ട്രീമിൽ കിടക്കുന്ന അപകടങ്ങളെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ഇദ്ദേഹം 360 ഡിഗ്രി അപകടമാണ് പറയുന്നത്. അങ്ങ് ഓസ്ട്രേലിയ വരെ ലോകം മുഴുവൻ പ്രശ്നമാകുമെന്നാണ് പറയുന്നത്. ശ്രീലങ്ക ഇല്ലാതാവും, ലക്ഷദ്വീപ് ഇല്ലാതാവും, ഗൾഫിൽ തീ പിടിക്കും, ഇവിടുത്തെ ഓയിൽ ഫീൽഡ് തീ പിടിച്ചാൽ എന്ത് ചെയ്യുന്ന ചോദിക്കുന്നത്. പണ്ടേതോ ഒരു കഥ നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു പട്ടി കുരയ്ക്കുമ്പോൾ പുഴക്കി കയറി നിന്നാള് നദി ഏറ്റവും പോയി തൊടലറ്റും പോയാൽ കടി പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇയാൾ കുട തല്ലി പൊട്ടിച്ചിട്ട് അതിന്റെ വടി കൈ പിടിച്ചിരുന്നു. നദി എന്തോരം നദികൾ പറ്റിപ്പോയിട്ടുണ്ട്. ഈ നദിയും പറ്റിപ്പോവുകയും ഇരിക്കുന്ന പട്ടിയെ തൊടൽ പൊട്ടുകയും ചെയ്ത പട്ടി ഒന്ന് കടിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഇയാൾ കുട തല്ലി എന്നും പറഞ്ഞോടെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ആയാൽ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും, അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും. ഇതിനൊക്കെ ശാസ്ത്രീയമായി നിശ്ചയിക്കുന്ന രീതികളുണ്ട്. അല്ലാതെ ഭാരത് പെട്രോളിയം ഇന്ത്യ മൊത്തം കത്താനുള്ള ക്രൂഡ് ഓയിൽ അവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഇന്ത്യ മൊത്തം കത്തിത്തീരും, ഇത് നേരെ കടൽ ചെന്ന് പരക്കുന്നത് നേരെ ഗൾഫ് വരെ എത്താൻ സാധ്യതയുണ്ട്, കടൽ ജീവികളെല്ലാം നശിക്കും. അത് ആദ്യമേ പറഞ്ഞു കേട്ടോ, കടൽ ജീവികളെല്ലാം നശിക്കും. കാരണം കടൽ ജീവികളെല്ലാം ഈ ഉപരിതലത്തിലാണല്ലോ ജീവിക്കുന്നത്, അതുകൊണ്ട് അതെല്ലാം നശിച്ചു പോകും. പിന്നെ മനുഷ്യനില്ല. ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് ഇതിനകത്തൊരു ഒരു പ്രശ്നം. നമ്മൾ ഒരു പൊതുജന മധ്യത്തിൽ, സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഭയപ്പെട്ടിരിക്കുന്ന മനുഷ്യന് മുമ്പിലോട്ട് ഒരു ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യുമ്പോൾ, ഡാം പൊട്ടിയിട്ടില്ല, പൊട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല, പൊട്ടാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറയുന്നു. ആ സമയത്ത് ഡൗൺ സ്ട്രീമിൽ താമസിക്കുന്ന മനുഷ്യരെ ഭീതിപ്പെടുത്തി ഭയാനകമായ ഒരു ചിത്രം സൃഷ്ടിച്ച് അദ്ദേഹം വളരെ തെറ്റായ രീതിയിൽ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മനുഷ്യനെ നമുക്കൊരു ഇത്തിരി സമാധാനമല്ലേ സുനിത ആവശ്യം? കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് യൂട്യൂബിൽ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡാണ് സജീദ്. സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞൊരു സാധനം ആർക്കും ആവശ്യമില്ല, തെളിവുകൾ ആവശ്യമില്ല, കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഫാക്ട് ആർക്കും ആവശ്യമില്ല. ഇത്തരത്തിൽ ട്വിസ്റ്റ് ചെയ്ത ഫാക്ടുകളും ഇത്തരം വിദഗ്ധന്മാരൊക്കെ പറയുന്നതിന് ഭയങ്കര ആക്സെപ്റ്റൻസ് ആണ്. ഇപ്പൊ സജിക്ക് അതിന്റെ താഴെ കമന്റ് ഒക്കെ വായിച്ചു നോക്കിയാൽ പറയാം, ഒരാൾ പോലും അയാളെ ചോദ്യം ചെയ്യുന്നില്ല. നമ്മൾ ഇതിനകത്ത് ചോദ്യം ചെയ്യുക പോലും അല്ല. വളരെ സൗമ്യമായിട്ട് താങ്കൾ ഈ പറഞ്ഞതിന്റെ ഈ ഇൻഫർമേഷൻ എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ, അപ്പൊ ഈ വെട്ടുകിളി കൂട്ടം വന്ന് നമ്മളെ അവിടെ നിന്ന് ഓടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല. അതിൽ നമ്മളെ ചീത്ത പറഞ്ഞോണ്ട് നമ്മളെ അവിടെ നിന്ന് ഒരു തെളിവിന്റെ അടിസ്ഥാനം ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്നത് നിർഭാഗ്യവശാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത അതാണ്. തന്നെ ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, ഈ സയന്റിഫിക് ടെമ്പർ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ചെറുപ്പക്കാരാണ് ഇദ്ദേഹത്തിന്റെ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്നത്. പ്രായമുള്ളവരല്ല, വളരെ ചെറുപ്പമുള്ള ആളുകളും ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഇത്തരം കാര്യങ്ങൾ, ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിൽ വരുന്ന ഹോക്സുകൾ, ഇതിനൊക്കെ പ്രചരിപ്പിക്കുന്നതിന് ഭയങ്കര പ്രചാരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് കുറെ മാധ്യമപ്രവർത്തനം വീണ് പോയിട്ടുണ്ട്. ഇപ്പൊ ഇദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തക എന്ന് പറയുന്നത് ഒരു നമ്പർ വൺ എക്സാമ്പിൾ ആണ്. അവരെയൊന്നും മാധ്യമപ്രവർത്തക എന്ന് പറയുകയും ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ദിവസം അർജുന്റെ കേസ് വന്നപ്പോഴേ ഷിരൂരിലെ അർജുന്റെ കുട്ടിയുടെ ഇന്റർവ്യൂ എടുത്ത സെയിം ചാനലാണിത്. ഇവര് മാധ്യമപ്രവർത്തകരല്ല, ഇവര് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. ജേർണലിസ്റ്റുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ചാനലാണിത്. നമുക്കത് മുമ്പോട്ട് വരുന്ന വീഡിയോയിൽ കാണും, അപ്പൊ നമുക്ക് മനസ്സിലാക്കാതെ എങ്ങനെയാണെന്ന്. അത് നോസ്ട്രഡാമസ് വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈ ഒരൊറ്റ പ്രസ്താവനയോടുകൂടി ഇദ്ദേഹം ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നോസ്ട്രഡാമസിനെ വിശ്വസിക്കുന്ന ഒരാൾ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത്. 15-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. ഏതാണ്ട് 1940 പ്രവചനങ്ങൾ നടത്തി. അതിലേതാണ്ട് 70 ഒരു തരത്തിൽ വ്യാഖ്യാനിച്ചൊപ്പിച്ചാൽ നടന്നു എന്ന് പറയാവുന്ന രീതിയിൽ ഒരു തരത്തിലും വാസ്തവമില്ലാത്ത അങ്ങേയറ്റം, നമ്മുടെ ജ്യോതിഷം വായിക്കില്ലേ ഈ പത്രത്തിലും മാസികയിലൊക്കെ, അത് വേണമെന്ന് വ്യാഖ്യാനിച്ചൊപ്പിച്ച് നമ്മുടെ ജീവിതാനുഭവമായിട്ട് വേണം നമുക്ക് പറയാം. അതുപോലെ വ്യാഖ്യാനിക്കാവുന്ന ചുരുക്കം ചില സംഭവങ്ങൾ നടന്നു എന്നല്ലാതെ ഒരു പ്രവചനവും നടത്താത്ത അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന നോസ്ട്രഡാമസ് പറഞ്ഞതുപോലെ കേരളത്തിൽ സംഭവിക്കും, അദ്ദേഹം മുല്ലപ്പെരിയാർ ഡാമിന്റെ അപകടം പ്രവചിച്ചിട്ടുണ്ടോ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഞാൻ ആദ്യം കാണും. അങ്ങനെയും ഉള്ളവർ കേരളത്തിലുണ്ടെന്ന് ചിലപ്പോൾ കാണുമായിരിക്കും കേട്ടോ. ഞാൻ ഇത് ആദ്യം കേൾക്കുക, നോസ്ട്രഡാമിനെ വിശ്വസിക്കുന്നവർ കേരളത്തിലുണ്ടെന്ന്. ഇതിപ്പോ പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലക്കാരുടെ പ്രശ്നം ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. കണ്ണൂരുകാരനും കാസർഗോഡുകാരനും തിരുവനന്തപുരം എന്ത് പ്രശ്നമില്ല. അങ്ങോട്ട് പോയത് 10 മടങ്ങ് ശക്തിയോടെ തിരിച്ച് കടൽ ഒരു സുനാമി ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും പ്രശ്നമാണ്. അത് വേറൊരു കടലിലേക്ക് വന്ന് വീഴുമ്പോൾ ഈ ഹൈഡ്രോളിക് ഹാമറിംഗ് എന്ന് പറയുന്ന എഫക്റ്റ് അവിടെയുണ്ട്. ഈ വെള്ളം ഭൂമിയുടെ മറുവശത്തേക്ക് മാറിക്കൊടുക്കും. പിന്നെ ബാലൻസ് ചെയ്യണ്ടേ, അതാണ് വലിയ സുനാമി ആയിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഈ അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ ഉണ്ടാകുമ്പോൾ സുനാമി ഉണ്ടാവുന്നതിൻ്റെ കാരണമാണ് ഒരു വാക്കം വരും. ആ വാക്കം ഫില്ല് ചെയ്യാനായിട്ട് ജലം വരും, അതൊരു സുനാമി ആയിട്ട് കരയിലേക്ക് വരും. ഇതാണ് സംഭവം. എനിക്ക് തോന്നുന്നത് ഈ അഡ്വക്കേറ്റിന് സുനാമിയെ കുറിച്ച് കൃത്യമായ ധാരണയൊന്നുമില്ല. ഇതുവരെ ഉണ്ടായിരിക്കുന്ന സുനാമികളിൽ നിന്ന് നമ്മുടെ ശാസ്ത്രലോകം എത്തിയിരിക്കുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് ഒന്നുകിൽ കടലിനടിയിൽ വോൾക്കാനോ ഉണ്ടാകുക, അഗ്നിപർവ്വതം ഉണ്ടാകുക,
ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഈ വലിയ ഭൂകമ്പം എർത്തുകയൊക്കെ ഉണ്ടാകുക. ഇങ്ങനെ രണ്ട് സാധ്യത ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഫോടനങ്ങൾ ഉണ്ടാകുക. ഇങ്ങനെ സാധ്യതകൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് സുനാമി. അല്ലാതെ ഒരു പുഴയോ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമോ അങ്ങോട്ട് ചെല്ലുമ്പോൾ തിരിച്ചു വരുന്നതിന് സുനാമി എന്നല്ല പറയുന്നത്. അതല്ല സുനാമി. തന്നെയല്ല ഇദ്ദേഹം പറയുന്ന ഈ വാർത്തയിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ 100% നിഷേധിക്കുന്നില്ല. ലിബിയയിൽ ഉണ്ടായ 2 ഡാമുകൾ തകർന്ന വളരെ ചെറിയ ഡാമുകളായിരുന്നു, പക്ഷെ വലിയ നാശനഷ്ടം ഉണ്ടായി. ആ വെള്ളം നേരെ കടലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കടൽ അതിന്റെ 7 നില പൊക്കത്തിൽ തിരിച്ചു വന്നു. ഞാൻ അതിന്റെ കഴിയാവുന്നിടത്തോളം ഫുട്ടേജുകൾ കണ്ടു നോക്കി, കഴിയാവുന്നിടത്തോളം ഇൻഫർമേഷൻസ് ഞാൻ വായിച്ചു നോക്കിയതിനകത്തൊക്കെ അങ്ങനെ ഒരു പ്രതിഭാസം അപൂർവമായി സംഭവിക്കാറുണ്ട്. അവിടെ ഉണ്ടായത് അതിന്റെ പേരിലുമല്ല. പക്ഷെ ഇദ്ദേഹം പറയുന്നത് അങ്ങോട്ട് കടലിലേക്ക് ഈ ഡാം പൊട്ടിയ വെള്ളം ചെന്നപ്പോൾ അത് 7 നിലയിൽ തിരിച്ചിങ്ങോട്ട് വന്നു. അത് സുനാമിയാണെന്ന് അദ്ദേഹം പറയുന്നത്. അതിന്റെ ആധികാരികമായ ഒരു എനിക്കറിഞ്ഞുകൂടാ, ഞാൻ എന്തായാലും പൂർണ്ണമായി നിഷേധിക്കുന്നില്ല. പക്ഷെ അതിനെ സംബന്ധിച്ച് ഒരു രേഖകളും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കാര്യത്തിൽ. ഒരു ഫുട്ടേജിലും അങ്ങനെ ഒരു സംഭവം പറയുന്നില്ല. തന്നെയല്ല, ചാറ്റ്ജിപിറ്റിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടെ അപകടം ഉണ്ടായതുമായിട്ട് ഒരു ബന്ധവുമില്ല, വെള്ളം ഒഴുകി പോയപ്പോൾ തന്നെ ഉണ്ടായ അപകടമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറയുന്നത് വശമെന്നറിയാമോ? ഇങ്ങനെ അറബിക്കടലിലേക്ക് ഈ ഇത്രയും വെള്ളം ഏതാണ്ട് 140 TMC വെള്ളം ചെല്ലും. ആ കൂട്ടത്തിൽ ഓയില്, ഗ്യാസ്, ക്രൂഡ് ഓയിൽ എല്ലാം ചെല്ലും. പിന്നെ ഒരു തിരിച്ചുവരവുണ്ടെന്നാണ് പറയുന്നത്. ആ സമയത്താണ് നമ്മുടെ പത്തനംതിട്ടയൊക്കെ മുങ്ങിപ്പോകുന്നത്. പത്തനംതിട്ട മുങ്ങിപ്പോകും, തൃശ്ശൂർ അപ്പുറത്തോട് മുങ്ങിപ്പോകും, ഈ സ്ഥലങ്ങളെല്ലാം മുങ്ങിപ്പോകും. ഈ തിരിച്ചുവരവിലാണെന്നാണ് പറയുന്നത്. അത് 7 നില പൊക്കത്തിലായിരിക്കാവുന്ന പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട ആരുമില്ലേ ഇതിനെക്കുറിച്ച് ചോദിക്കാനും അറിയാനും പഠനങ്ങൾ നടത്തുകയും നിഗമനങ്ങൾ എത്തുകയും ചെയ്യുന്ന ശാസ്ത്രീയമായ നിഗമനങ്ങൾ എത്തുക? ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് സുനിതയോട് പറയുന്നത്, സുനിത എനിക്ക് വയറുവേദന എടുക്കുകയാണ്, ഇത് അൾസർ ആണോ എന്ന് ചോദിച്ചാൽ സുനിത എന്തായിരിക്കും എന്നോട് പറയുന്നത്? അത് ഡോക്ടറോട് ചോദിക്കണമെന്ന് പറയും, ഇല്ലേ? ആംബുലൻസ് ഡ്രൈവറോട് ചോദിക്കണമെന്ന് പറയൂലല്ലോ. ഇതാണ് നമ്മുടെ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ആരുടെ അടുത്താണ് വെരിഫൈ ചെയ്യേണ്ടത്? അതിന്റെ ഒരു എക്സ്പെർട്ടിന്റെ അടുത്ത് പോയി വെരിഫൈ ചെയ്യണം. ഇത്തരം യൂട്യൂബർമാരും ഇദ്ദേഹവും ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കാർ ഒരു ഇൻഫർമേഷൻ പറത്തി വിട്ടാൽ അത് ചോദ്യം ചെയ്യാൻ ആരും ഇല്ലാത്ത ഒരു കാലഘട്ടം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് സത്യമാണെങ്കിൽ കൂടി അത് നമ്മുടെ ഫേസ്ബുക്കിലുള്ള ഒരു പ്രശ്നമാണ് കേട്ടോ. അതിനൊരു സൈറ്റേഷൻ കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയത് വരും, അത് പലർക്കും പറയാൻ മടിയാ. അങ്ങനെ വേണം. നമ്മളിപ്പോ ഒരു ഗവേഷണ പ്രബന്ധം ആണെങ്കിലും എവിടുന്ന ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. കാരണം അതിന്റെ ആധികാരികത, ഇത് ഈ പറയുന്ന ആളുടെ ആധികാരികതയല്ല നമുക്കറിയേണ്ടത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വൈദഗ്ധ്യവും ഇല്ലാത്ത ഒരാളാണ് റസൽ ജോയി എന്ന് നമുക്കറിയാം. പക്ഷെ അപ്പോ ഒരു എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടതോ ഇല്ലെന്നുണ്ടെങ്കിൽ ഡാം സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടതോ ആയിട്ടോ യാതൊരു വൈദഗ്ധ്യവും അദ്ദേഹത്തിനില്ല. അദ്ദേഹം പറയുന്ന ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടി നമുക്ക് അറിയണ്ടേ? അപ്പോഴല്ലേ അത് ആധികാരികമാണെന്ന് അറിയാൻ പറ്റൂ. അങ്ങനെ ലിബിയയിലെ ഡാം തകർന്നതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേ. കാരണം ലിബിയയിൽ ഈ ഡാം തകർന്നതുമായി കണക്ട് ചെയ്താണ് മുല്ലപ്പെരിയാർ ഡാം തകരും എന്നുള്ള രീതിയിലുള്ള ഏറ്റവും കൂടുതൽ പ്രചാരണം നടക്കുന്നത്. അപ്പൊ ഈ ലിബിയയിലെ ഡാം തകർച്ച എങ്ങനെയാണ്? അത് ഇതുപോലെ അശ്രദ്ധയും കൊണ്ട് സംഭവിച്ചാണോ? പെട്ടെന്ന് ഒരു ദിവസം ഇടിഞ്ഞു പോയോ? അടിയുന്നോ? ഡാം അടിയുന്നതാണ് പൊട്ടി വരുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഡാം തകരുന്നതിന് കൃത്യമായ കാരണങ്ങൾ എന്താണെന്ന് ലോകത്തിലെ ലാർജ് ഡാംസിനെ കുറിച്ച് പഠിക്കുന്ന ഐക്കോൾ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട്. ഐക്കോൾഡ്, ഇന്റർനാഷണൽ കമ്മീഷൻ ഓഫ് ലാർജ് ഡാംസ്. അതാണ് നമ്മൾ അതിന്റെ ഒരു മെമ്പർ, ഐക്കോൾഡിന്റെ മെമ്പറാണ് ഇന്ത്യയും. ഇവരതിനെ സംബന്ധിച്ച് കൃത്യമായ നിഗമനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഏറ്റവും കൂടുതൽ ഡാമുകൾ തകർന്നിട്ടുള്ള എപ്പോഴാണെന്ന് അറിയാവോ? അത് കേട്ടാൽ ഒരുപക്ഷെ സുനിത ഒരു അത്ഭുതപ്പെട്ടു. ഏറ്റവും കൂടുതൽ 40% തകർന്നിരിക്കുന്ന ഡാമുകളുടെ 44% തകർന്നിരിക്കുന്ന ആദ്യം വെള്ളം കയറ്റുമ്പോഴാണ്. അല്ല 10 കൊല്ലം കഴിഞ്ഞു, 20 കൊല്ലം കഴിഞ്ഞു, 100 കൊല്ലം കഴിഞ്ഞിട്ടും അല്ല. ഫസ്റ്റ് ടൈം അത് ഫില്ല് ചെയ്യുന്ന സമയത്താണ് 44% ഓഫ് ഡാം ഫെയിലിയർ സംഭവിച്ചിരിക്കുന്നത് ലോകത്തിൽ. അതിന്റെ 2 കാരണങ്ങളാണെന്ന്. അത് ഒന്ന് ഡിസൈൻ ഫെയിലിയർ ഒരു റീസൺ ആയിരിക്കും, മറ്റൊന്ന് കൺസ്ട്രക്ഷന്റെ ക്വാളിറ്റി കുറവ് ഒരു കാരണമായിരിക്കും. ഒരു 10 വർഷമൊക്കെ ഡാം നിന്ന് കഴിഞ്ഞാൽ ആ ഡാം പിന്നീട് നിലനിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അതിന്റെ ഡിസൈൻ സേഫ് ആണെന്ന് അതിനർത്ഥം. പിന്നെ മറ്റ് കലാമിറ്റീസ് വരികയാണ്. ഇവിടെ ലിബിയയിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഗദ്ദാഫിയുടെ ഭരണത്തിന് ശേഷം വരുന്ന ഒരു പീരീഡ്, അതായത് 2002 മുതൽ ഏതാണ്ട് 22 വർഷക്കാലം ആ ഡാമിന് യാതൊരു മെയിൻ്റെനൻസ് ചെയ്തിട്ടില്ല. ഡാം എന്നല്ല, എല്ലാവിധ സിവിൽ സ്ട്രക്ചറുകളും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പൊ നമ്മളൊരു വീട് പണിത് കഴിഞ്ഞാലും ആ വീട് കൃത്യമായ രീതിയിൽ അത് പെയിന്റ് അടിക്കുന്ന സമയത്ത് പെയിന്റ് അടിക്കണം, പ്ലാസ്റ്റർ പൊളിഞ്ഞു കൊടുത്ത് പ്ലാസ്റ്റർ പൊളിഞ്ഞു പോകുന്നുണ്ട്, സ്റ്റീൽ കോൺക്രീറ്റ് ക്രാക്ക് ഉണ്ടെങ്കിൽ അത് അടയ്ക്കണം, എന്നിങ്ങനെ വേണ്ട എല്ലാ വിധത്തിലുള്ള മെയിൻ്റെനൻസും ചെയ്തുകൊണ്ടാണ് ഇത് മുമ്പോട്ട് കൊണ്ടത്. കഴിഞ്ഞ 22 വർഷമായിട്ട് ആ ഡാമിന് യാതൊരു മെയിൻ്റെനൻസ് ചെയ്തിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതായിരുന്നു. കാരണം അവിടുത്തെ ഭരണമാറ്റവും സംബന്ധിച്ചുള്ള അശാന്തിയും അങ്ങനെ അത്, പിന്നെ അവിടുത്തെ വലിയ മഴയും ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങളല്ല, അതൊന്നും നമുക്ക് ആപ്ലിക്കബിൾ ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പം നമ്മുടെ ഡാം സേഫ്റ്റി ആക്ട് വന്ന് 2021 സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഇതിന്റെ മെയിൻ്റെനൻസിന് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റും അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്, കേന്ദ്ര ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്, തമിഴ്നാട് ഗവൺമെന്റ് ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം അല്ലെ നമ്മുടെ തെളിവ് വേണം. ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അതിനൊരു ബോഡി ഉണ്ട്, ഒരു നിയമമുണ്ട്, അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. ഇനി ഇല്ലെന്നാണെങ്കിൽ നമ്മുടെ തെളിവുണ്ടാവണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ലിബിയൻ ഡാം ബ്രേക്കും ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂല. കഴിഞ്ഞ 22 കൊല്ലമായിട്ട് ആ ഡാമിൽ ആരും തിരിഞ്ഞു നോക്കിയിട്ടുള്ള ഒരുവിധ മെയിൻ്റെനൻസ് വർക്കുകളും ചെയ്തില്ല. അങ്ങനെ വന്നാൽ ഇപ്പൊ നിങ്ങളുടെ വീട് 22 വർഷം അടച്ചു കിടന്നാൽ എന്തായിരിക്കും അവസ്ഥ? കേരളത്തിൽ 22 വർഷം വീട് അടച്ചു കിടന്നാൽ നമുക്ക് അതിനകത്ത് പിന്നെ താമസിക്കാൻ പറ്റുമോ?
അതിനേക്കാൾ എത്രയോ വലിയ സ്ട്രക്ചറാണ്. അത് 10-50 1 കോടി രൂപ വിലയുള്ള സംഭവം. ഇത് അതിനേക്കാൾ എത്രയോ കൂറ്റൻ സ്ട്രക്ചറാണ്. അപ്പൊ അതിന്റെ മെയിൻ്റെനൻസിന് എല്ലാ രാജ്യങ്ങളും മാനുവൽ ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്ത്യൻ മാനുവൽ ഉണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ആ ഡാമിന്റെ നേച്ചർ അനുസരിച്ച് ഇപ്പം എംബാങ്ക്മെന്റ് ഡാമാണോ, എർത്ത് ഡാമാണോ, അതോ ആർച്ച് ഡാമാണോ, ഗ്രാവിറ്റി ഡാമാണോ, ആ ഓരോ ഡാമിനും ഓരോ തരത്തിലുള്ള മെയിൻ്റെനൻസ് വേണ്ടേ. അതിന് നമുക്ക് കൃത്യമായ മാനുവൽ ഉണ്ട്. നമുക്ക് ഇപ്പോഴാണെങ്കിലും നമുക്കൊരു ആക്ടും ഉണ്ട്, ഡാം സേഫ്റ്റി ആക്ട് 2021. അപ്പം അതൊന്നും അവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് ഇത് നമ്മളൊരു താരതമ്യമില്ല സുനിത. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ, ഈ ഡാം പൊട്ടി വരുന്ന ഭീകര ദൃശ്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണല്ലോ ആളുകളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നത്. ഡാം ഇങ്ങനെ അടിയിൽ നിന്ന് 2ആയി പിളരുന്നു, എന്നിട്ട് ഫുൾ വെള്ളം ഇങ്ങനെ ഡബ്ബയൊക്കെ പൊട്ടിയ പോലെ, വീപ്പ പൊട്ടിയ പോലെ ഒഴുകി വരുന്നു എന്നാണല്ലോ. ഡാം തകരുക എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? എങ്ങനെയാ ഒരു കാഴ്ച? അത് ഏത് തരം ഡാമാണെന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടായിട്ട് ഇരിക്കുന്നത്. ഞാനൊരു ഡാം വിദഗ്ധനല്ല, പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് വായിച്ചിട്ട് പക്ഷേ എനിക്കറിയില്ലാത്തൊരു വിഷയം ഞാൻ ഒരിക്കലും ആ മേഖലയുമായി ബന്ധമില്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ സ്വീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. മാത്രമല്ല ഇൻഡിവിജ്വൽ ഒരിക്കലും സ്വീകരിക്കില്ല. ഞാൻ കണ്ടു, ഞാൻ ഡാം പണിതപ്പോൾ എഞ്ചിനീയർ ആയിരുന്നു, ഞാൻ മെയിൻ്റനൻസ് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ഇൻഫർമേഷൻ അല്ലാതെ നമുക്ക് അതിന്റെ എക്സ്പേർട്ടുകൾ, അതിന്റെ ഏജൻസികൾ, ആദ്യം ഒരു സ്ഥാപനം, അതിന്റെ ഒരു ആധികാരികത ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് ഇപ്പം ഒരു ഗ്രാവിറ്റി ഡാം ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പൊട്ടിപ്പിളർന്ന് അങ്ങനെ ആയിരിക്കില്ല പോകുന്നത്. കാരണം അതിന്റെ ഭാരം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ താഴെയായിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇന്ന് മനോജ് ബ്രൈറ്റ് അതിനെക്കുറിച്ച് ഒരു നല്ല ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. നമ്മുടെ പിരമിഡ് പോലെ തന്നെയാണ് അതിരിക്കുന്നത്. പിരമിഡ് തകർന്നാലും മറ്റു പിരമിഡ് ആയിരിക്കും എന്ന് പറയാനുള്ള കാരണം അതാണ്. അത് ഫിസിക്സ് ആണത്. അതുപോലെ തന്നെയാണ് ഗ്രാവിറ്റി ഡാം പണിയുമ്പോൾ അതിന്റെ താഴെ വളരെ ഞാൻ ആദ്യം ഒരു ടെഹ്രി ഡാം എന്നൊരു ഡാം പറഞ്ഞില്ലേ, ഡാമിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഉത്തരാഖണ്ഡില് മണ്ണുകൊണ്ട് പണിതിരിക്കുന്ന ഡാം, മണ്ണും കല്ലും ഉപയോഗിച്ച് മാത്രം പണിതിരിക്കുന്നത്. 600 മീറ്റർ ചെല്ലുവാനാണ് അതിന്റെ താഴത്തെ വീതി എന്ന് പറഞ്ഞാൽ 1/2 കിലോമീറ്റർ കൂടുതൽ. അവിടെ നിന്ന് ഇങ്ങനെ മണ്ണിട്ട് മുകളിലോട്ട് കൊണ്ടുപോകും. അപ്പൊ അതിന്റെ ബേസ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പൊ ഏറ്റവും ആദ്യം അതിന്റെ പോകുന്നത് പറഞ്ഞാൽ അതിന്റെ മുകൾ ഭാഗത്തു നിന്നായിരിക്കും. താഴെ എപ്പോഴും കല്ലുണ്ടാവും, അതിന് ഭാരവും ഉണ്ടാവും. അതങ്ങനെ തന്നെ നിലനിൽക്കും. പക്ഷെ ഈ പറഞ്ഞ വഴികളിലൊന്നും അത്ര എളുപ്പമല്ല ഒരു ഗ്രാവിറ്റി ഡാം തകരുക എന്ന് പറഞ്ഞാൽ. പക്ഷെ കോൺക്രീറ്റ് ഡാം തകരുക എന്ന് പറഞ്ഞാൽ അത് എന്ത് കാരണം കൊണ്ട്, ഇപ്പൊ ഭൂകമ്പം കൊണ്ടാണെന്ന് പറയാൻ നമുക്ക് പറയാൻ പറ്റൂല ഏത് തരത്തിൽ. ഇപ്പൊ അതിന്റെ പ്രഭവസ്ഥാനം ഡാമിന് തൊട്ടടുത്താന്നിരിക്കട്ടെ, ഈ ഭൂകമ്പത്തിന്റെ അത് ചിലപ്പോൾ തകർന്നു പോയെന്ന് വന്നേക്കാം. അപ്പൊ ഏത് തരം ഡാമാണെന്നുമായിട്ട് ബന്ധപ്പെട്ടും അവിടെ ഏത് കാരണം കൊണ്ടാണ് തകരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഒരാൾ ഇമാജിനേഷൻ കൂട്ടിയാൽ മതി, അല്ലാതെ അതൊന്നും യാഥാർത്ഥ്യമല്ല. അങ്ങനെയൊന്നും അല്ല. തന്നെയല്ല, ഇതുവരെ തകർന്നിരിക്കുന്ന ഡാമുകളുടെ ചിത്രമെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഡാം പൂർണ്ണമായി മുഴുവൻ തകർന്ന് ഒലിച്ചു പോയതായിട്ടുള്ള ഒരു ചിത്രവുമില്ല. കുറെ ഭാഗങ്ങളിൽ അവിടെ വീണ്ടും ശേഷിക്കുന്നുണ്ട്. ബാക്കി വെള്ളം അപ്പോഴത്തേനും ഡ്രെയിൻ ചെയ്ത് പോവുകയും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ പൂർണ്ണമായിട്ട് ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടി തകർന്ന് ജലബോംബാണ് എന്നൊക്കെ പറയുന്ന പ്രസ്ഥാനിക്കകത്ത് അത് നമ്മുടെ മുമ്പിൽ അങ്ങനെ തെളിവില്ല, നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ഇതുവരെ തകർന്നിരിക്കുന്ന ഡാമുകളുടെ ചിത്രം നമുക്ക് ഇന്റർനെറ്റ് കിട്ടും. അത് അങ്ങനെയല്ല, ഇതേ നമുക്ക് പറയാൻ പറ്റൂ. അല്ലാതെ എങ്ങനെയായിരിക്കും ഡാം തകരുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഡാം വിദഗ്ധനാണ് പറയാൻ. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം, ഒരു ഡാമും റിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഡാമുകൾ റിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പുള്ളിയുടെ മറ്റൊരു അവകാശവാദം. ഇദ്ദേഹം ഇതുവരെ പറഞ്ഞതിലുള്ള ഏറ്റവും വലിയ വിഡ്ഢിത്തം ഇതാണ്. കാരണം ഞാൻ വിചാരിക്കുകയാണ് ഇദ്ദേഹം ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്. വെറുതെ ഒന്ന് ഇന്റർനെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഡാം റിപ്പയർ ചെയ്യുന്ന എങ്ങനെയാന്ന്. യൂറോപ്പില് ഡാം റിപ്പയർ ചെയ്യുന്നതിന് കൃത്യം ഒരു മാനുവൽ ഉണ്ട്. അതിന്റെ അത് BN 1504 എന്നാണത്. എന്ന് പറഞ്ഞാൽ 10 ഭാഗങ്ങളടങ്ങിയ വലിയൊരു കൂറ്റൻ ഒരു ഡോക്യുമെന്റ് ആണത്. അത് ഏതുതരം ഡാം ആണെങ്കിലും അതിന് എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, എന്തൊക്കെയാണെന്നറിയാം റിപ്പയർ ചെയ്യുന്നത്. അതിന്റെ കരകള്, ഈ ഡാമിലോട്ട് വരുന്ന അപ്രോച്ച് റോഡ്സ്, ഡാമിനകത്ത് പോകുന്ന സ്പിൽവേ, ഇതൊക്കെ എങ്ങനെ റിപ്പയർ ചെയ്യാമെന്നുള്ളത്. റിപ്പയർ ചെയ്യാതെ ഡാം നിലനിൽക്കില്ല. അമേരിക്കയിൽ റിപ്പയർ ചെയ്യുന്ന പറഞ്ഞാൽ US ആർമി കോർപ്സ് ഓഫ് എഞ്ചിനീയേഴ്സ്, USACE, അവർ 2021 ആയപ്പോഴത്തേക്കും 741 ഡാമുകൾ റിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ അവരെ ഗവൺമെന്റിനോട് ചോദിച്ചിരിക്കുന്നത് $56 ബില്യൺ ചോദിച്ചിരിക്കുന്നത്, ബാക്കി ഇനിയുള്ള ഡാമുകൾ കൂടി റിപ്പയർ ചെയ്യാൻ. ഡാം റിപ്പയർ ചെയ്യില്ല എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഇതുവരെ പറഞ്ഞ ഇൻഫർമേഷൻ തെറ്റായ കാര്യങ്ങളെക്കാൾ ഏറ്റവും തെറ്റായ കാര്യമായി പോയി. കാരണം ഏതൊരു സിവിൽ നിർമ്മിതിയും റിപ്പയർ ചെയ്യാം, ഏത് സിവിൽ എഞ്ചിനീയറിംഗ് നിർമ്മിതിയും റിപ്പയർ ചെയ്തേ പറ്റൂ. നിങ്ങൾ വീട്ടിൽ ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ടോയ്ലറ്റും റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം കാലാകാലങ്ങൾ. അതിൽ വരുന്ന എന്തെങ്കിലും ഡാമേജ്, ടൈല് പൊളിഞ്ഞു പോയോ, അപ്പൊ ആ ടൈല് വീണ്ടും ഒട്ടിക്കണം. ആ പൈപ്പ് പൊട്ടിയോ, ലീക്കായോ, അത് മാറണം. അങ്ങനെ എല്ലാ തരത്തിലും ടാപ്പ് അത് റസ്റ്റ് പിടിച്ചോ, അത് മാറ്റണം. ഇങ്ങനെ എല്ലാ തരത്തിലും ഇത് ഞാൻ ടോയ്ലറ്റ് കാര്യം പറയട്ടെ. ഡാം റിപ്പയർ ചെയ്യാതെ ഈ ലോകത്തിൽ ഒരു വികസിത രാജ്യവുമില്ല, എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്. ഡാം റിപ്പയർ ചെയ്യാൻ പറ്റൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു ഭിത്തി, ആ ഭിത്തിയുടെ ഇപ്പുറത്ത് വെള്ളം, ആ വെള്ളത്തിൽ നിൽക്കുന്ന ഭിത്തിയിൽ എന്ത് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന? ടാങ്കിന്റെ ഒരു സൈഡിൽ വെള്ളം കിടക്കുന്നു, ഒരു ഭിത്തി, ഈ പറയുന്നത് എങ്ങനെ റിപ്പയർ ചെയ്യുമെന്ന് വെച്ചു. ഇവിടെ ഞാൻ വ്യക്തിപരമായ കാര്യം പറയുന്നതിന് കാര്യമായി എടുക്കണ്ടെങ്കിലും ഞാൻ പറയും, ഞാൻ അരാംകോ യാംബൂർ റിഫൈനറിയിലെ കോൺക്രീറ്റ് റിപ്പയർ എന്ന് പറയുന്ന ഒരു പ്രോജക്ട് സൂപ്രണ്ടന്റ് ആയിരുന്നു 1999-2001 വരെ 2 വർഷക്കാലം അരാംകോ റിഫൈനറിയിൽ. അരാംകോ എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ, യാംബൂ എന്ന് പറയുന്ന പട്ടണത്തിലെ ഒരു റിഫൈനറിക്കകത്ത്. അവിടെ കോൺക്രീറ്റ് റിപ്പയറിന്റെ അതായിരുന്നു ഞങ്ങളുടെ പ്രോജക്ട്. ആ പ്രോജക്ട് സൂപ്രണ്ടന്റ് ആയിരുന്നു ഞാൻ. അന്നേരം ഈ വലിയ ഇൻടേക്ക് ടാങ്കുകളുണ്ട്, എന്ന് പറയാം കൂറ്റൻ ടാങ്കുകളാണ്. അതിന്റെ ഒരു സൈഡിൽ അതെന്ന് പറഞ്ഞാൽ നമ്മള് വളരെ താഴ്ചയുള്ള ഒരു ഡാമിന്റെ അത്രയും വരികയല്ലെങ്കിലും ഒരു സൈഡിൽ വെള്ളമായിരിക്കും. ഇത് എംറ്റി ചെയ്യും. എന്നിട്ട് ഞാൻ റിപ്പയർ ചെയ്തിട്ടുണ്ട്, ഞാൻ സൂപ്പർവിഷൻ ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന് ആരാ പറഞ്ഞേ? അതിനകത്ത് ദ്രവിച്ചുപോയ കമ്പികൾ മാറിയിട്ടുണ്ട്. അത് ഇരിക്കുന്ന കമ്പികളെ സാൻഡ് ബ്ലാസ്റ്റ് ചെയ്ത് തുരുമ്പ് കളഞ്ഞ് എപ്പോക്സി പെയിന്റ് അടിച്ച് അതിനോടൊപ്പം വേറെ കമ്പി ചേർത്ത് വെച്ച് പിന്നെ അതിനോട് ശക്തി കൂടിയ സിമെന്റുകൾ, സാധാരണ സിമെന്റല്ല ഉപയോഗിക്കുന്നത്, ഫിക്സഡ് സിമെന്റുകളൊക്കെ ഉപയോഗിച്ച് അങ്ങനെ എല്ലാതരം സ്ട്രക്ചറുകളും എല്ലാ സിവിൽ എഞ്ചിനീയറിംഗ് നിർമ്മിതികളും റിപ്പയർ ചെയ്യാം. ഇദ്ദേഹം പറയുന്നത് അങ്ങേയറ്റം തെറ്റാണ്, ഡാം റിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. യൂറോപ്പിലെ എല്ലാ ഡാമുകളും റിപ്പയർ ചെയ്യാറുണ്ട്, അമേരിക്കയിലെ ഡാമുകൾ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൂട്ടത്തില് ഞാൻ ഈ കാര്യം ഒരു കഴിഞ്ഞ ദിവസത്തിൽ പോസ്റ്റ് ഇട്ടായിരുന്നു, ഈ സിവിൽ എഞ്ചിനീയറിംഗ് നിർമ്മിതികൾ റിപ്പയർ ചെയ്യാന്ന് പറഞ്ഞ്. അപ്പൊ ഈ അമേരിക്കയിലെ ഈ USAIC എന്ന് പറയുന്ന അവരാണ് അവിടുത്തെ റിപ്പയറിൽ, അത് സൈന്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ്, കാരണം അവർ യുദ്ധകാലാടിസ്ഥാനം ചെയ്യുന്ന ഒരു ജോലിയാണ്. തൊട്ട് താഴെയിട്ട് ആളുടെ പേര് ഞാൻ മായ്ച്ചു കളഞ്ഞിട്ട് ഇപ്പൊ ഡിസ്പ്ലേ കാണുന്ന ഒരാളിട്ട കമന്റ് ആണ്, അദ്ദേഹം അതിൽ ജോലി ചെയ്ത ഒരാളാണ്, എന്റെ ഒരു കഴിഞ്ഞൊരു 10 വർഷക്കാലം സുഹൃത്താണ് അദ്ദേഹം. ഈ അമേരിക്കയുടെ കോൺക്രീറ്റ് റിപ്പയർ ചെയ്യുന്ന ഡിവിഷനിൽ ജോലി ചെയ്തിരുന്ന ഒരാളും അതിന് ബജറ്റ് അലോക്കേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടിൽ കാണാം. അപ്പം അത് ഇത്തരം തെറ്റിദ്ധാരണജനകമായ വാർത്തകളാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പറയുന്നതിലുള്ള വാസ്തവം എന്താണെന്ന് വെച്ചാൽ അതാണ് പറയേണ്ടത്, മറിച്ച് അതിന് കൂട്ടുപിടിക്കുന്ന ഇൻഫർമേഷനും കാര്യങ്ങളും എല്ലാം തെറ്റാണ്. എന്നിട്ട് ഭീതി വരുത്തുവാണ് ഡാം റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്നറിയോ സുനിത? ഈ കഴിഞ്ഞ 79 തൊട്ട് 92 വരെ അവിടെ ചെയ്തിരിക്കുന്ന മുഴുവൻ പണികളും വൃഥാവിലായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ വീണ്ടും അതൊരു പഴയ ഡാമാണെന്ന്. അതേസമയം സുപ്രീം കോടതി പറയുന്നത് എന്താണ്? അത് ഈ രാജ്യ നിയമം ഒന്ന് ആലോചിക്കണം, പറയുകയാണ് ഇതൊരു പുതിയ ഡാമാണെന്ന്. ഇവര് ഈ ഡാമിന്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴെ ബേസ് വരെ അടിത്തറ വരെ തുരന്നിട്ട് അതിൽ കമ്പി ഇറക്കി കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നതാണ് കേബിൾ ആങ്കറിംഗ് എന്ന് പറയുന്നത്. അതൊരു ഒരു 10 മീറ്റർ അകലത്തിൽ ചെയ്യാം. അപ്പൊ ഇതിന്റെ രണ്ട് സ്ഥലത്ത് കേബിൾ ആങ്കറിങ് ചെയ്തതിന്റെ സ്ഥലത്ത് ഇടയ്ക്കുള്ള സ്ഥലം അത് പഴയത് തന്നെ, ഒരു വ്യത്യാസമില്ല. അതിന്റെ ഉള്ളു പൊള്ളയാണെങ്കിൽ ഉള്ളു പൊള്ളയായിട്ട് തന്നെ. പിന്നെ ഈ ഡാമിന്റെ ബേസ് വരെയും തുളച്ചു എന്ന് ഞാൻ വിശ്വസിക്കൂല. കാരണം എന്ന് വെച്ചാൽ അത്രയും തുളച്ചാൽ അപ്പൊ തന്നെ ഡാം വീഴും. ഈ പറഞ്ഞ നമുക്ക് അംഗീകരിക്കാം. കേബിൾ ആങ്കറിങ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഡാമിൽ നിന്ന് ഡ്രില്ല് ചെയ്തത് ഡാമിന്റെ ഹൈറ്റും കഴിഞ്ഞ് താഴെ പാറയിലോട്ട് എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന്. ഒരു കുഴപ്പമില്ല, പുള്ളി വിശ്വസിക്കണ്ട, അങ്ങനെ ആർക്കും ഒന്നും വിശ്വസിക്കാലോ. അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്ന് പറയാം, അങ്ങനെയായിരുന്നു അദ്ദേഹം പറയേണ്ടത്. ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയില്ല എന്നാലും പറയുന്നത്. മറിച്ച് അദ്ദേഹം കേബിൾ ആങ്കറിംഗ് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ രീതിയിലൊന്നുമല്ല ചെയ്തിരിക്കുന്നത്. കേബിൾ ആങ്കറിംഗ് സംസാരിച്ചു തുടങ്ങിയപ്പോ പുള്ളി ഇത്രയും മണ്ടത്തരം പറയുന്നതിന്റെ ഇടയ്ക്ക് സയന്റിഫിക് ആയ എന്തോ എന്ന് പറഞ്ഞു, അത് സജി അംഗീകരിക്കുന്നു. സയന്റിഫിക് ആയ ഒരു കാര്യം പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല അതിനകത്ത്, അത് അവിടെ കിടക്കട്ടെ. അപ്പൊ ഈ കേബിൾ ആങ്കറിംഗ് എന്ന് പറയുന്നത് ഇദ്ദേഹം പറഞ്ഞതല്ല. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ശാസ്ത്രീയ വശം എന്ന് പറയുന്നത് അവിടെ ചെയ്തു. അവിടെ 9 അടി അകലത്തിൽ ഏതാണ്ട് 95 കേബിൾ ആങ്കറിംഗ് നടത്തിയിട്ടുണ്ട്. താഴെ പാറ വരെ തുറന്ന് ഇത് ചെയ്യുന്നത് എന്താന്ന്, കേബിൾ ആങ്കറിംഗ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് ഡ്രില്ല് ചെയ്യുന്നതിനകത്തോട്ട് കുറച്ച് കമ്പികൾ ഇറക്കി വെച്ച് കുറച്ച് ഗ്രൗട്ട് ഇടുമെന്നാണ് വിചാരിച്ചത്. അതല്ല കേബിൾ ആങ്കറിംഗ് എന്ന് പറഞ്ഞാൽ. കേബിൾ ആങ്കറിംഗിന് ആദ്യം ചെയ്യുന്നത് ഡാമിന്റെ ഫുൾ ഡെപ്തിൽ കുഴിക്കും, ഡ്രില്ല് ചെയ്തതിനു ശേഷം ഇതിനകത്തോട്ട് ഗ്രൗട്ട് പമ്പ് ചെയ്യും. കാരണം ഇതിനകത്ത് സൈഡിൽ ഹോളുകൾ ഉണ്ടോ എന്ന് അറിയല്ലോ. ഇദ്ദേഹം പറയുന്ന പോലെ പാത്ത് ഹോൾസോ കാവിറ്റീസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയണമല്ലോ. അങ്ങനെ ഗ്രൗട്ട് ഇതിനോട്ട് ഫില്ല് ചെയ്യും. അതിനുശേഷം പാറ തുറന്ന് 30 അടിയിൽ നിന്ന് 40 അടിയും താഴേക്ക് പാറയ്ക്കുള്ളിൽ ഇത് തുറന്നതിന് ശേഷം ഇതിനകത്ത് PVC പൈപ്പ് ഇറക്കിയിട്ട് അതിന് ചുറ്റും 6 mm 32 6 കമ്പിയുടെ ഒരു ബണ്ടിലാണ് ഇറക്കുന്നത്. 32 കമ്പികൾ. അതിന്റെ ഒരു സാമ്പിൾ ഇപ്പോഴും അവിടെ ഉണ്ട്, ആ ഡാമിലുണ്ട്. ഒരെണ്ണം മാത്രം സാമ്പിൾ ആയിട്ട് ഇപ്പോഴും കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ 6 കമ്പികൾ ഇങ്ങനെ മുകളിലോട്ട് നിൽക്കുന്നത്. ഇങ്ങനെ ഇറക്കിയ ശേഷം ക്യുക്ക് സെറ്റിംഗ് സിമെന്റോ ഇല്ലെന്നിട്ട് റാപ്പർ ഹാർഡനിങ് സിമെന്റ് പോലത്തെ വളരെ പെട്ടെന്ന് ഉറയ്ക്കുന്ന സിമെന്റ് ഇതിനകത്തോടെ ഈ പാറയുടെ ഡെപ്തിന്റെ പകുതി, ഇപ്പൊ 30 അടിയാണ് പാറയുടെ തുറന്നിരിക്കുന്നെങ്കിൽ 15 അടി നിറച്ചതിന് ശേഷം സിമെന്റ് സാധാരണ ഫുൾ സ്ട്രെങ്ത് എത്താൻ 28 ദിവസം എടുക്കും. ഈ 28 ദിവസം കഴിയുമ്പോൾ ഓരോ കമ്പി 3 ടൺ വെയിറ്റിന് മുകളിലോട്ട് വലിച്ചു പിടിക്കും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. അല്ലാതെ അവിടെ ഇതുള്ള ഈ 3 ടൺ, അപ്പൊ 32 കമ്പി 3 ടൺ ഭാരത്തിന് മുകളിലോട്ട് വലിച്ചു പിടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ വലിച്ച് ആ പ്രഷർ അതിൽ നിൽക്കുന്ന സമയത്ത് ഇതിനകത്ത് ഗ്രൗട്ട് ഇട്ട് നിറച്ചിട്ട് പിന്നെയും 28 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഈ മുകളിലിട്ട് ഗ്രൗട്ടോട് ഉറച്ചല്ലോ, അന്നേരം ഈ പ്രഷർ റിലീസ് ചെയ്യും, ഈ ടെൻഷൻ റിലീസ് ചെയ്യും. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇത് താഴോട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തും. എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഡാം താഴോട്ട് ഇരിക്കുന്നു അല്ല ഇതിനർത്ഥം. അങ്ങനെ ഇരുന്നാൽ ഡാം ആരോഗ്യത്തെ കാണില്ല. പുള്ളി പറയുന്നത് ഡൽഹി കഴിഞ്ഞപ്പോൾ ഡാം പൊളിഞ്ഞു തകർന്നു എന്നാ പറയുന്നത്. പക്ഷെ അതല്ല, എന്തോ അവിടെ എങ്ങാണ്ട് വലിയ ഹോളുകളും പൊത്തൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതെന്താ സംഭവം? അത് ഈ പറയുന്ന ഇത്രയും 92 ഹോൾ അടിച്ചിട്ടും അതിനകത്ത് ഗ്രൗട്ട് ഇറക്കിയിട്ടും അത്ര ഹോളുകളൊന്നും കണ്ടില്ല. പിന്നെ വെള്ളത്തിന്റെ സൈഡിൽ നമുക്ക് ഇതുവരെ കൃത്യമായ ഒരു ടെലസ്കോപ്പിക് സർവേ നടത്താൻ പറ്റിയിട്ടില്ല. ഇനി അങ്ങനെ സുർക്കി ഒലിച്ച് പോയിട്ട് അങ്ങനെ ഹോളുകൾ ഉണ്ടാവാം. പക്ഷെ എന്നാലും കല്ലിന്റെ മേൽ കല്ലായിരിക്കുന്നത്. ആ ഹോൾ എന്ന് പറഞ്ഞാൽ ഈ സുർക്കി എന്ന് പറഞ്ഞതിന്റെ ഹോൾ അടയ്ക്കാനുള്ള സംവിധാനം മാത്രമാണ്. ഈ കല്ലിന്റെ പുറത്ത് കല്ലിരിക്കുന്നതുകൊണ്ട് ഇത് അല്ലെന്നുണ്ടെങ്കിൽ ഡാം എന്നെ പൊളിഞ്ഞു പോയതിനും. ഇപ്പൊ സുർക്കി കുറെ ഒഴുകിപ്പോയി എന്നുള്ളത് ഏറ്റവും വലിയൊരു ആരോപണമാണ് ഡാമിനെ പറ്റിയുള്ള. സുർക്കിയുടെ പർപ്പസ് എന്താണ്?
ശരിയായ പർപ്പസ് ഈ അതിന്റെ സിമെന്റേഷ്യസ് പ്രോപ്പർട്ടി വളരെ കുറവാണ്. അത് ഈ കല്ലുകൾ തമ്മിൽ ചേർത്തുന്നതല്ല, കല്ലിന്റെ മേൽ കല്ല് തന്നെ വെച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് പക്ഷേ ഹോൾ ഉണ്ടാവുമല്ലോ. ഈ ഹോൾ ഫില്ല് ചെയ്യാന്നുള്ളായിരുന്നു. അപ്പൊ ഈ സുർക്കി വഴി പോയാലും ഡാം അവിടെ നിലനിൽക്കും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലീക്ക് ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ ഉണ്ടാവില്ല. കാരണം അതിന്റെ എതിർവശത്ത് വലിയൊരു കോൺക്രീറ്റ് പാളി, കൂറ്റിലൊരു കോൺക്രീറ്റ് പാളി, അതും RCC ഈ സ്റ്റീൽ ഉൾപ്പെടുന്ന കോൺക്രീറ്റ് പാളി വെച്ചിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴുകി പോകുന്നെന്ന് പറഞ്ഞാൽ ഇത്രയും 142 അടി വെള്ളം നിൽക്കുന്ന സമയത്ത് ഇതിനകത്തൊരു ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തള്ളിപ്പോയി വെള്ളം ഇവിടെ വരികയില്ലായിരുന്നു. ഹോളുകൾ ഉണ്ടാകാം, പക്ഷെ അതിനെ സംബന്ധിച്ച് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ അതിനെ സംബന്ധിച്ച് ഒരു പ്രാവശ്യം ഒരു ടെലസ്കോപ്പിക് സ്റ്റഡി നടത്താനായിട്ട് ശ്രമിച്ചപ്പോൾ തമിഴ്നാട് അതിനെ ഒബ്ജക്ട് ചെയ്തു. ഒരു ദിവസം കണ്ടേ നടന്നുള്ളൂ. പിറ്റേ ദിവസം അവിടെ നമ്മളെ ആ സമയത്താണ് അതിന്റെ പ്രാഥമികമായ റിപ്പോർട്ട് കണ്ടതിന് ശേഷമാണ് നമ്മുടെ PJ ജോസഫ് സാർ പറഞ്ഞില്ലേ എനിക്ക് ഭയമാവുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു പ്രസ്താവന ഉണ്ടായില്ലേ. പക്ഷെ ആ സ്ഥലത്ത് വെള്ളം കിടക്കുന്ന സ്ഥലത്ത് എന്ത് സംഭവിച്ചു നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് വളരെ കൃത്യമായ ഒരു കാര്യം. അതൊക്കെയാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാനൊരു ഏജൻസിനെ ഏൽപ്പിക്കാൻ വേണ്ട. അല്ല നമ്മളുടെ ഊഹമായിട്ട് അവിടെ വലിയ ഹോളുണ്ട്, ആന കടന്നു പോകുന്ന ഹോളുണ്ട്, അതിനകത്ത് കാവിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറയുന്നതിലുപരി ഉണ്ടാകാതിരിക്കാം. അത് പരിശോധിക്കാനാണ് നമ്മൾ ഒരു ഏജൻസി വെക്കേണ്ടത്. അതിനാണ് നമ്മൾ കോടതി ബോധ്യപ്പെടുന്നത്. അങ്ങനത്തെ പരിശോധനകളൊക്കെയാണല്ലേ സുപ്രീം കോടതിയോട് ആവശ്യപ്പെടേണ്ടത്? എക്സാക്ട്ലി. നമുക്ക് വേണ്ടത് ഈ ഡാം ബലമുള്ളതാണോ അല്ലയോ എന്ന് അറിയണം. ഡാം ബലമുള്ളതാണെന്ന് അവിടെ നിന്നോട്ടെന്ന്, ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത വഴി എന്താണെന്ന് അതിന്റെ എക്സ്പെർട്സ് പറയട്ടെന്ന്. അതാണ് നമ്മൾ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടത്. അല്ലാതെ വേറൊരു പണിയാം, ഇത് പൊളിക്കാം, ഇതൊന്നും അല്ല പറയേണ്ടത്.